നമസ്തേ, പുത്തൻ പുലരിയിലേക്ക് സ്വാഗതം. ഞാൻ രജനി. ഞാൻ VS കൃഷ്ണരാജ്. 5 ദിവസത്തിന് ശേഷമാണ് നമ്മൾ സ്റ്റുഡിയോയിലേക്ക് പുത്തൻ പുലരി വരുന്നത്. കഴിഞ്ഞ 5 ദിവസങ്ങളിൽ സംസ്ഥാന സ്കൂൾ കലോത്സവവും അനന്തപുരിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നായിരുന്നു നമ്മുടെ പുത്തൻ പുലരി എല്ലാ ദിവസവും രാവിലെ 7 മുതൽ 9 വരെ. 5 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും സ്റ്റുഡിയോയിലേക്ക് എത്തുന്നു. നിരവധി വാർത്തകൾ പ്രേക്ഷകരെ കാത്തിരിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ശുഭദിനം നേരുന്നു. പ്രധാന വാർത്ത: തിരുപ്പതി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് 7 മരണം, നിരവധി പേർക്ക് പരുക്ക്. അപകടം വൈകുണ്ഠ ഏകാദശി ടോക്കൺ കൗണ്ടറിൽ. അന്വേഷണം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു. ദുഃഖം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി. ബോബി ചെമ്മണ്ണൂരിന് ഇന്ന് വീണ്ടും വൈദ്യപരിശോധന. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കുറ്റബോധമില്ലെന്ന് പ്രതികരണം. മെക്സവനെതിരെ ചെറുവിരല് പോലും അനക്കാതെ പോലീസ്. ഗുരുതര ആരോപണമുണ്ടായിട്ടും അന്വേഷണമില്ല. രഹസ്യാന്വേഷണ ഏജൻസികളുടെ മുന്നറിയിപ്പിന് പുല്ലുവില. മുഖ്യമന്ത്രി വിളിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന്. ക്രമസമാധാന പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക്. അജണ്ടയിൽ ആഭ്യന്തര വിഷയങ്ങളും. PV അൻവറിനെ ചൊല്ലി UDF-ൽ ഭിന്നത. നേതാക്കളെ വേട്ടയാടിയത് മറക്കരുതെന്ന് ഒരു വിഭാഗം. പ്രവർത്തകരുടെ വികാരം പരിഗണിക്കണം. ലീഗ് സമ്മർദ്ദത്തിന് വഴങ്ങരുതെന്നും നേതാക്കൾ. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞ സംസ്ഥാന സർക്കാർ. പരിഹരിക്കാൻ പ്ലാൻ B ഇല്ല. കോവിഡ് കാല സാമ്പത്തിക നിയന്ത്രണങ്ങൾ തുടരും. പിടിച്ചു നിൽക്കാൻ കൂടുതൽ വെട്ടിച്ചുരുക്കലുകൾ. കൂടുതൽ സഹകരണ ബാങ്കുകളിൽ കള്ളപ്പണ ഇടപാടുകൾ. ക്രമക്കേടുകൾ ഒളിപ്പിക്കാൻ രേഖകൾ കടത്തിയെന്ന് സംശയം. കഴുത്തിന് പിടിക്കാൻ ED. കൊല്ലം ഇടമുളയ്ക്കൽ ബാങ്ക് മുൻ സെക്രട്ടറിയെ ചോദ്യം ചെയ്യും. സംസ്ഥാന സ്കൂൾ കലോത്സവമായിരുന്നിട്ട് പോലും എല്ലാ ദിവസവും നമ്മൾ തുടങ്ങിയത് ശബരിമലയിൽ നിന്നായിരുന്നു, സന്നിധാനത്ത് നിന്നായിരുന്നു. മകരവിളക്ക് ഇങ്ങ് അടുത്തെത്തി. ഭക്തരുടെ പ്രവാഹമാണ്. ശരി, നമുക്ക് ശബരിമലയിലേക്ക് പോകാം. ശരണമെൻ്റെ അയ്യപ്പ. ശരണമെൻ്റെ അയ്യപ്പ പവർഡ് ബൈ അഴകുള്ള മുടിക്ക് വേണം ടോട്ടൽ കെയർ ഫ്രം AVA കോട്ടക്കൽ ആയുർവേദ. ശരിയായ ആയുർവേദം, ശരിയായ ഫലപ്രാപ്തി. കോ പവർഡ് ബൈ ഇനി എന്നും നിങ്ങളുടെ പ്രഭാത ഭക്ഷണം BKD സ്റ്റീം പുട്ടുപൊടി, റിച്ച് ആൻഡ് സോഫ്റ്റ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. ഗോൾഡ് ഡയമണ്ട് ജെംസ്. ആതുര സേവന രംഗത്ത് സമർപ്പിത സേവനത്തിന്റെ 50 വർഷങ്ങൾ. ഭാരത് ഇൻ അസോസിയേഷൻ വിത്ത് മകരജ്യോതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, പൂനെ, മഹാരാഷ്ട്ര. ഇനി നമ്മുടെ വീട്ടിൽ ഉദയഭാരത് കലണ്ടർ തന്നെ. രാംരാജിനറിയാം മലയാളക്കര. ശബരിമലയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്നു മുതൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് 50,000-ആയും സ്പോട്ട് ബുക്കിംഗ് 5,000 മാത്രമായും ചുരുക്കിയിട്ടുണ്ട്. മകരവിളക്ക് ദിവസം 40,000 പേർക്കാണ് ഓൺലൈൻ ബുക്കിംഗ്. ജനുവരി 15-ന് 60,000-ആയും നിയന്ത്രണം ഏർപ്പെടുത്തി. ഇന്നു മുതൽ തത്സമയ ബുക്കിംഗ് സംവിധാനം നിലയ്ക്കലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സന്നിധാനത്ത് നിന്നും അഖിൽ ബാലോട്ടുമഠം ചേരുന്നുണ്ട്. അഖിൽ, സ്വാമി ശരണം. കണക്കുകൂട്ടലുകളൊക്കെ തന്നെ തെറ്റിച്ചുകൊണ്ടൊരു തീർത്ഥാടന പ്രവാഹം തന്നെയാണ് ശബരിമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങളും അനിവാര്യമാണ്. ഇന്നു മുതൽ കൂടുതൽ നിയന്ത്രണങ്ങളുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. രജനി, കൃഷ്ണരാജ്, സ്വാമി ശരണം. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം മകരവിളക്കിന് അടുക്കുകയും മകരവിളക്കിന് മാത്രമാണ്
ബാക്കി നിൽക്കുന്നത്. വർദ്ധിപ്പിക്കാനും ഈ അയ്യപ്പസ്വാമിയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് തീരുമാനം എടുക്കുന്നുണ്ട്. ശബരിമലയിൽ ശബരിമലയിൽ ഇന്നു മുതൽ വെർച്വൽ ക്യൂ 50,000 മാത്രം നിജപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് ആദ്യഘട്ടം മുതൽ തന്നെ 70,000 ആയിരുന്നു വെർച്വൽ ക്യൂ എങ്കിൽ അത് ഇന്നു മുതൽ 50,000 നിജപ്പെടുത്തുകയാണ്. സ്പോട്ട് ബുക്കിംഗ് നമുക്കറിയാവുന്നത് പോലെ തന്നെ 10,000 പറഞ്ഞിരുന്നെങ്കിൽ പോലും എല്ലാ ദിവസവും ഉണ്ടായിരുന്നത് 20,000-നും 25,000-നും ഒക്കെ തന്നെ മുകളിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കർശനമായ ഒരു നിയന്ത്രണം സ്പോട്ട് ബുക്കിങ്ങിന്റെ കാര്യത്തിൽ വരുത്തുവാനും ഇപ്പോൾ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിരിക്കുന്നത്. 5,000 പേർക്ക് മാത്രമായിരിക്കും ഇന്നു മുതൽ സ്പോട്ട് ബുക്കിംഗ് നൽകുക. അത് ഒരു പ്രത്യേകത കൂടിയുണ്ട്. പമ്പയിലായിരുന്ന സ്പോട്ട് ബുക്കിംഗ് നിലയ്ക്കലേക്ക് പൂർണ്ണമായും മാറ്റുന്നതാണ് ഇന്നു മുതൽ തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് 10 കൗണ്ടറുകളാണ് പമ്പയിൽ പ്രവർത്തിച്ചിരുന്നത്. ആ 10 കൗണ്ടറുകളും ഇന്നു മുതൽ നിലയ്ക്കലേക്ക് മാറ്റി സ്ഥാപിക്കാനാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് മകരവിളക്ക് ദിവസം, അതായത് 13-ാം തീയതി, അതായത് ഇന്നു മുതൽ എല്ലാ ദിവസവും ബാക്കി 4 ദിവസം, അതായത് 10, 11, 12, 13, 14, 13 വരെയും 50,000-ഉം മകരവിളക്ക് ദിവസം അതായത് ജനുവരി 14-ന് 40,000-ഉമായിരിക്കും ഈ വെർച്വൽ ദർശനത്തിനെത്തുന്ന അയ്യപ്പന്മാർക്ക് അവസരം കൊടുക്കുക. അത് വീണ്ടും 15 ആകുമ്പോൾ അത് 60,000-ആയി ഉയർത്താനും ഈ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിരിക്കുകയാണ്. ജനുവരി 15-ന് ഉച്ചതിരിഞ്ഞ് മുതൽ വൈകുന്നേരം 5 വരെ സ്പോട്ട് ബുക്ക് ചെയ്തിട്ടുള്ള അയ്യപ്പ ഭക്തന്മാർ 6 മണിക്ക് മാത്രമായിരിക്കും കടത്തിവിടുക. മകരവിളക്ക് കഴിഞ്ഞ തിരുവാഭരണ ഘോഷയാത്ര തിരിച്ചു മടങ്ങുന്നതിന്റെ ക്രമീകരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് അത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. എന്തായാലും ശബരിമല സന്നിധാനം വലിയ തിരക്കിലേക്ക് പോവുകയാണ്. നമുക്ക് തിരക്കുകൾ തന്നെ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാൻ സാധിക്കും. വേഗമാണ് അയ്യപ്പ ഭക്തർ ഇപ്പോൾ 18-ാം പടി കടന്ന് ശബരിമല സന്നിധാനത്തേക്ക് വരുന്നത്. ആ 18-ാം പടി കടന്ന് എത്തുന്ന അയ്യപ്പ ഭക്തരാകട്ടെ അവിടെ നിന്നും ഈ വലിയ നടപ്പന്തൽ കഴിഞ്ഞാണ് അയ്യപ്പ ഭക്തർ ഈ 18 പടി കഴിഞ്ഞ് വരുന്നത്. അവിടെ നിന്നും അവർ നേരെ പോകുന്നത് ഈ ഇതിലേക്കാണ്, ഫ്ലൈ ഓവറിലേക്കാണ്. അങ്ങനെ ഫ്ലൈ ഓവറിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തർ അവിടെ നിന്നും തിരികെ എത്തുന്ന ഈ ശ്രീകോവിലിനെ വളയം വെച്ച്, അതായത് വലിയ ഈ നടപ്പന്തലിൽ നിന്നും ഫ്ലൈ ഓവറിലേക്ക് എത്തി അവിടെ നിന്നും ഈ വലിയ നടപ്പന്തൽ ചുറ്റി ശ്രീകോവിലിന്റെ പുറകിലൂടെ ഈ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇവിടേക്കാണ് എത്തുക. അതായത് ശ്രീകോവിലിന് അരികിലേക്കാണ് എത്തുക. ഇവിടെ ശ്രീകോവിലിന് അരികിലേക്ക് എത്തുമ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു വലിയ തിരക്ക്, ഒരു കൂട്ടം രാവിലെ തന്നെ അയ്യപ്പ ദർശനത്തിനായി ഇവിടെ നിൽക്കുന്നു എന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതായത് പുലർച്ചെ, അതായത് 3 മണിക്ക് ശബരിമല നട തുറന്നത് മുതൽ തന്നെ, ശ്രീകോവിൽ തുറന്നതുപോലെ തന്നെ ഇത്തരത്തിലൊരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് വലിയ ഒരു ഭക്തജന തിരക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് മരക്കൂട്ടവും ശരംകുത്തിയും ശബരിപീഠവും ഒക്കെ തന്നെ ഒരു തിരക്കിലേക്ക് പോകുന്ന മണിക്കൂറുകളാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ശബരിമല സന്നിധാനത്തെ സംബന്ധിച്ചിടത്തോളം മകരവിളക്കിലേക്ക് എത്തുമ്പോൾ, മകരവിളക്കിനോട് അടുക്കുമ്പോൾ അത് വലിയ ഒരു ഭക്തജന തിരക്കിലേക്ക് മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം മകരവിളക്ക് തൊഴുക എന്നുള്ളതാണ് ഓരോ അയ്യപ്പ ഭക്തനെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ വലിയ ആത്മസമർപ്പണത്തിന്റെയും ആത്മനിർവൃതിയുടെയും ഒക്കെ തന്നെ ഒരു ആനന്ദ നിമിഷം പകർന്നു നൽകുന്നത് മകരവിളക്ക് തൊഴുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ എത്തുന്ന അയ്യപ്പ ഭക്തർ ഈ ശബരിപീഠങ്ങളുടെ പല ഭാഗങ്ങളിലും ഒക്കെ തന്നെ ഉണ്ടാകും എന്നതാണ് നമുക്ക് പോലീസ് അയ്യപ്പന്മാരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് തന്നെ കണക്ക് കൂട്ടുന്നത് അനുസരിച്ച് ജനുവരി 14-ന് മകരവിളക്ക് ദിവസം ഏകദേശം 3.5 ലക്ഷത്തോളം അയ്യപ്പ ഭക്തർ ഈ മകരവിളക്ക് തൊഴുന്നതിലേക്ക് വേണ്ടി ശബരിമലയുടെ വിവിധ ഭാഗങ്ങളിലായി ഉണ്ടാകും എന്നതാണ് പോലീസ് അയ്യപ്പന്മാർ പോലും കണക്ക് കൂട്ടുന്നത്. എന്തായാലും ശബരിമല സന്നിധാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഭക്തജന തിരക്കിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും ശബരിമല സന്നിധാനം ഒരു ഭക്തിസാന്ദ്രമായ നിമിഷത്തിലേക്ക് തന്നെയാണ് കടന്നു പോകുന്നത്. അതിനോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം വിവരങ്ങൾ നൽകുകയാണ് അഖിൽ പാലോട്ടുമഠം. അഖിൽ, ഒന്നിടപെട്ട് ചോദിച്ചോട്ടെ, അതായത് ഈ ഭക്തർ കൂടുതൽ വരുന്ന സമയത്താണ് കൂടുതൽ നിയന്ത്രണങ്ങൾ വരുന്നത്, സ്പോട്ട് ബുക്കിങ്ങിലും വെർച്വൽ ക്യൂവിലുമൊക്കെ എണ്ണം കുറയുന്നതും. ഈ സ്പോട്ട് ബുക്കിംഗ് എന്നത് വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യാതെ വരുന്നവരുടെ നിരയാണ്. സ്വാഭാവികമായും ഈ സമയത്ത് അവർ കൂടുതൽ പേർ വരാനല്ലേ സാധ്യത? അങ്ങനെയെങ്കിൽ ഈ സ്പോട്ട് ബുക്കിംഗ് 5000 ആക്കുന്നത് എങ്ങനെ ക്രമീകരിക്കുമെന്നാണ്?
ദേവസ്വം ബോർഡുമായി നമുക്ക് സംസാരിക്കുന്ന സമയത്ത് ആദ്യഘട്ടം മുതൽ സ്പോട്ട് ബുക്കിംഗ് വേണ്ട എന്നൊരു തീരുമാനം സർക്കാർ എടുത്തെങ്കിലും വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് സ്പോട്ട് ബുക്കിംഗ് സംവിധാനം ആരംഭിക്കാൻ തന്നെ തീരുമാനമെടുത്തത്. ആദ്യഘട്ടത്തിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ കൃഷ്ണരാജ് 80,000 പേർക്കായിരുന്നു അയ്യപ്പ ദർശനം പറഞ്ഞിരുന്നത്. അത് 70,000 വെർച്വൽ ക്യൂവും 10,000 സ്പോട്ട് ബുക്കിങ്ങുമായി നിജപ്പെടുത്തിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. പക്ഷേ ആ കണക്കുകൂട്ടലുകളുടെ, അതായത് സർക്കാർ സംവിധാനങ്ങളുടെയും ദേവസ്വം ബോർഡിന്റെയും കണക്കുകൂട്ടലുകൾക്കും അപ്പുറത്താണ് ശബരിമല എന്ന സംവിധാനത്തിന്റെ, ശബരിമല എന്ന വിശ്വാസത്തിന്റെ, ശബരിമലയിൽ ഇരിക്കുന്ന അയ്യപ്പസ്വാമിയുടെ അരികിലേക്ക് എത്തുന്ന ഓരോ അയ്യപ്പ ഭക്തന്റെയും കണക്കുകൾ കഴിഞ്ഞ മണ്ഡലകാലം മുതൽ, അതായത് നവംബർ 14 മുതൽ മണ്ഡലകാലം മുതൽ ഉള്ള അയ്യപ്പ ഭക്തരുടെ കണക്കുകൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അവിടെ നിന്നും ഈ സ്പോട്ട് ബുക്കിങ്ങിലേക്ക്, ഈ അവസാന നിമിഷം ഈ നിയന്ത്രണത്തിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ തിരക്കു തന്നെയാണ്. അതീതമായ അവർ കണക്ക് കൂട്ടുന്നതിനുമുള്ള അധികമായിട്ടുള്ള തിരക്കാണ് ഓരോ ദിവസവും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് തീരുമാനമെടുത്തത്. പക്ഷെ അവർ പറയുന്നത് അങ്ങനെ സ്പോട്ട് ബുക്കിങ്ങിലേക്ക് ഏതെങ്കിലും അയ്യപ്പ ഭക്തർ 5,000-ന് മുകളിലേക്ക് എത്തി, അതൊരു 5,500-ഓ 6,000-ഓ എത്തിയാലും കൊടുക്കും, പക്ഷേ അത് അങ്ങനെ ഒരു നിജപ്പെടുത്തണമെന്നുള്ള ഒരു നിർദ്ദേശം നൽകണമെന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. തിരക്ക് മുൻനിർത്തി, അയ്യപ്പ ഭക്തരുടെ സുരക്ഷ മുൻനിർത്തിയാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകുന്നത് എന്നതാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. എന്തായാലും ശബരിമല സന്നിധാനത്തിലേക്ക് മകരവിളക്കിന് മുന്നോടിയായി, മകരവിളക്കിനോട് അടുക്കുമ്പോൾ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് കൃഷ്ണരാജ് അനുഭവപ്പെടുന്നത്. ശരി, ഏതായാലും ഇനി 5 ദിവസം മാത്രമേ ഉള്ളൂ മകരവിളക്കിന്. അതിനു മുൻപ് തന്നെ അപൂർവപൂർവമായ തിരക്കാണ് കാണാൻ നമ്മുടെ രാവിലെ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒപ്പം നിയന്ത്രണങ്ങളും ശക്തമാക്കുകയാണ് സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ഒക്കെ തന്നെ. അഖിൽ പാലോട്ടുമഠമാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. ഇനി ശബരിമല സന്നിധാനം അത്യപൂർവമായ ഒരു രംഗത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. സേനാ ചരിത്രത്തിൽ ആദ്യമായി ഒരു ജവാന്റെ സ്ഥാനക്കയറ്റ ചടങ്ങ് അയ്യപ്പന്റെ സാന്നിധ്യത്തിൽ നടന്നു. ശബരിമലയിൽ സേവനത്തിനുള്ള ദേശീയ ദുരന്ത നിവാരണ സേനാംഗങ്ങളുടെ സ്ഥാനക്കയറ്റ ചടങ്ങാണ് ഭക്തിപൂർവ്വം സന്നിധാനത്ത് നടത്തിയത്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ചടങ്ങ്. കോൺസ്റ്റബിൾമാരായ 2 സേനാംഗങ്ങളുടെ സ്ഥാനക്കയറ്റ ചടങ്ങാണ് ബറ്റാലിയന് പുറത്ത്, അതും ഒരു ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്നത്. ഹവീൽദാർമാരായിട്ടാണ് എറണാകുളം സ്വദേശി അജീഷിനും മഹാരാഷ്ട്ര സത്താറുകാരനായ നവീൻ കിരണിനും സ്ഥാനക്കയറ്റം. നട തുറന്ന മുതൽ അയ്യപ്പ സന്നിധിയിൽ സേവനത്തിനായി ഇവരുണ്ട്. അയ്യപ്പ സന്നിധിയിലെ ഡ്യൂട്ടിക്കിടയിലെ പ്രൊമോഷൻ ചടങ്ങിൽ സന്തോഷം പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറത്താണ് ഇവർക്ക്. 16 വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാനിന്ന് കരുതുന്നുള്ളൂ. ഇവിടെ വെച്ച് തന്നെ എൻ്റെ കൂടെ ഉള്ളവരെല്ലാം ബറ്റാലിയനും അവിടെ ഇവിടെ വെച്ചാണ് പ്രൊമോഷൻ കിട്ടിയത്. പക്ഷേ എനിക്ക് ഇവിടെ വെച്ച് അയ്യപ്പൻ്റെ തിരുസന്നിധിയിൽ വെച്ച് കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതിൽ അയ്യപ്പനോട് നന്ദിയുണ്ട്, എല്ലാവരോടും നന്ദിയുണ്ട്. ഇനിയും മുന്നും വരുന്ന വർഷങ്ങളിലും ഈ കഠിനാധ്വാനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. അത് അയ്യപ്പൻ്റെ മുമ്പിൽ വെച്ചുള്ള എൻ്റെ ഒരു സത്യമാണ്. बहुत नसीब वाले हैं कि भगवान के दरबार में प्रमोशन लगाने का, फित्ती लगाने का मौका मिला और हवलदार का प्रमोशन हो गया. आगे से और जिम्मेदारी बढ़ गई है, उस हिसाब से बहुत ही अच्छे से काम करके दिखाएंगे और फौज का नाम ऊंचा करेंगे. ഇരുവരും മൂന്നാമത്തെ തവണയാണ് ശബരിമലയിൽ സേവനത്തിനായി എത്തുന്നത്. തമിഴ്നാട് ആരക്കുണം ക്യാമ്പിൽ നിന്നും ഡെപ്യൂട്ടി കമാൻഡർ നേരിട്ട് ചടങ്ങിൽ പങ്കെടുത്തു. रिलीजियस प्लेस पे और ऐसी ड्यूटी में इनको प्रमोशन का ऑर्डर आया, शायद गॉड की ब्लेसिंग ही थी कि यहाँ पे उनको इसी टाइम पे इनको प्रमोशन आया. मैं दोनों का कॉन्ग्रेचुलेट करता हूँ और इनको बधाइयाँ देता हूँ और भविष्य में अपना ड्यूटी बहुत अच्छी तरह से निभाएंगे आशा करता हूँ. धन्यवाद, थैंक यू. സന്നിധാനത്ത് ഡ്യൂട്ടിയിലുള്ള മറ്റു ജീവനക്കാർക്കും അയ്യപ്പന്മാർക്കും മധുര വിതരണം ചെയ്താണ് സഹപ്രവർത്തകർ ഇവരുടെ നേട്ടം ആഘോഷിച്ചത്. അഖിൽ പാലോട്ടുമഠം, ജനം, സന്നിധാനം. കഴിഞ്ഞ 2 ദിവസങ്ങളായി വലിയ ചർച്ചാ വിഷയമാണ് ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ വിഷയം. നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ചെന്ന കേസിൽ ബോച്ചയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇന്ന് വീണ്ടും വൈദ്യപരിശോധന നടത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെയാണ് ബോച്ചയെ അറസ്റ്റ് ചെയ്തത്. വിവരങ്ങൾ സുധീഷ് ഗോപാലും ജിജീഷും നൽകും. ജിജീഷ്, എന്തുകൊണ്ട് ഇന്ന് വീണ്ടും വൈദ്യുത പരിശോധന നടത്തുന്നു? ഇന്നലെ നടത്തിയിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്.
കൃഷ്ണരാജ്, അതൊരു പോലീസ് വ്യക്തമാക്കുന്നത് സാധാരണ നടപടിക്രമങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഇത്. കാരണം ഇന്നലെ കൊണ്ടുവന്നതിന് ശേഷം ഇന്നലെയുള്ള വൈദ്യപരിശോധനയായിരുന്നു പൂർത്തിയായത്. ഇന്ന് വീണ്ടും കോടതിയിൽ ഹാജരാക്കുമ്പോൾ തുടർച്ചയായി 2ാം ദിവസത്തെ വൈദ്യപരിശോധനയാണ്. ഇന്ന് പുലർച്ചെ തന്നെ തിരക്കൊഴിഞ്ഞ നേരത്തെ അല്ലെങ്കിൽ മറ്റു സാധാരണ നിലയിൽ കൂടുതൽ വൈകുന്തോറും മറ്റു ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ബോബി ചെമ്മണ്ണൂരിനുമായി ബന്ധപ്പെട്ട ആളുകൾ എല്ലാം തന്നെ ഈ ഒരു വാർത്ത സശ്രദ്ധം വീക്ഷിക്കുന്ന നാട്ടുകാർ അവരെല്ലാവരും കൂടും. വലിയൊരു തിരക്ക് എല്ലാം ഉണ്ടാകുമെന്ന് കണക്കുകൂട്ടി തന്നെയാണ് തിരക്കുറഞ്ഞ സമയത്ത് വീണ്ടും വൈദ്യപരിശോധന പൂർത്തിയാക്കിയത്. സ്വാഭാവികമായും വൈദ്യപരിശോധനയ്ക്ക് നിശ്ചിത മണിക്കൂറുകൾക്ക് ശേഷം കോടതിയിൽ പ്രതിയെ ഹാജരാക്കേണ്ടതുണ്ട്. അത്തരം നടപടികൾ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു പ്രതിയെ കസ്റ്റഡിയിൽ വെക്കുമ്പോഴുള്ള നടപടിക്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. അതിനുശേഷം 11 മണിയോടുകൂടി തന്നെ കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. ഇതിനിടയിൽ ബോബി ചെമ്മണ്ണൂർ പോലീസിന് നൽകിയ ചില പ്രധാനപ്പെട്ട മൊഴികൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അത് തൻ്റെ ഭാഗം പൂർണ്ണമായും ന്യായീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ തുടക്കത്തിൽ ഇന്നലെ തന്നെ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകുമ്പോഴാണെങ്കിലും തിരിച്ച് വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് ഇവിടെ ഈ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്ന സമയത്താണെങ്കിലും എല്ലാം തന്നെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ശരീരഭാഷ്യം എന്ന് പറയുന്നത് തനിക്ക് യാതൊരു കൂസലുമില്ല, തന്നെ ഇതിൽ ഒരു കുറ്റക്കാരനല്ല, തന്നെ യാതൊരു തരത്തിലും തെറ്റുകാരനല്ല, അത്തരത്തിലുള്ള ഒരാളെയാണ് കസ്റ്റഡിയിലെടുത്തത് എന്ന രീതിയിൽ തന്നെയായിരുന്നു. അത് തന്നെയാണ് മൊഴിയിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. തൻ്റേത് മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള ഒരു അധിക്ഷേപമില്ല. പെട്ടെന്നുള്ള ആ ഒരു ചടങ്ങിനിടയിൽ സാങ്കല്പികമായ അല്ലെങ്കിൽ സന്ദർഭവശാലെല്ലാം തന്നെ അത്തരം കാര്യങ്ങൾ പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞു പോയ ഒരു കാര്യം മാത്രമാണ്. മുൻകൂട്ടി നടിയെ ഏതെങ്കിലും തരത്തിൽ അധിക്ഷേപിക്കണമെന്നോ ലൈംഗിക ചുവയോടെ സംസാരിക്കണമോ എന്ന യാതൊരു തരത്തിലുള്ള ഉദ്ദേശവും തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. വിവാദ പരാമർശം പറഞ്ഞത് ആ വേദിയിൽ മാത്രമാണ്. നടിയുടെ പരാതിയിൽ പറയുന്നത് പിന്നീട് പലയിടത്തും അത് ആവർത്തിച്ചു. തുടർന്നാണ് മറ്റ് ആളുകൾ കൂടി തനിക്കെതിരെ ലൈംഗിക ചുവയോടെയും അശ്ലീല പരാമർശങ്ങളും എല്ലാം ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിനെല്ലാം തന്നെ തുടക്കം കുറിച്ചത് ബോബി ചെമ്മണ്ണൂരാണെന്നൊരു പരാതിയിൽ ചൂണ്ടിക്കാണിച്ചു. എന്നാൽ അത് തെറ്റാണ് എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. 4 മാസം മുമ്പ് നടന്ന ഒരു സംഭവത്തിലാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അതിൽ പൊരുത്തക്കേടുകളുണ്ട് എന്ന കാര്യം കൂടി ബോബി ചെമ്മണ്ണൂർ വിശദമായ ചോദ്യം ചെയ്യലിൽ പറഞ്ഞിരിക്കുന്നു. ഇന്നലെ 7 മണിയോടുകൂടി ഇവിടെ എത്തിച്ചതിന് ശേഷം പോലീസ് മെഡിക്കൽ പരിശോധന 11:30 മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നത് വരെയുള്ള സമയത്ത് ചോദ്യം ചെയ്യലുകൾ പൂർത്തിയാക്കിയിരുന്നു. ഏത് സാഹചര്യത്തിലാണ് ഇത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്, അത് വൈരാഗ്യ ബുദ്ധിയോടുകൂടി തന്നെയുള്ളൊരു പരാമർശമായിരുന്നു, അല്ലെങ്കിൽ നേരത്തെ ചില ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിന്നതിൻ്റെ ഒരു വൈരാഗ്യത്തിലായിരുന്നോ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് എന്നതടക്കമുള്ള ഹണിറോസ് പറഞ്ഞത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പ്രധാനമായും തിരക്കിയത്. എന്നാൽ അതിനെല്ലാം തന്നെ അതെല്ലാം നിഷേധിച്ചുകൊണ്ടുള്ള ഒരു മൊഴികളാണ് ബോബി ചെമ്മണ്ണൂർ നൽകിയത്. 4 മാസം മുമ്പ് നടന്ന സംഭവത്തിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പരാതിയിൽ തനിക്ക് ചില സംശയങ്ങളുണ്ട് എന്ന കാര്യവും കസ്റ്റഡിയിലെടുത്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ മൊബൈൽ ഫോൺ പോലീസ് ഇന്നലെ തന്നെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഐഫോൺ ആണ് കസ്റ്റഡിയിൽ എടുത്തത്. ആ ഫോൺ ഇന്ന് കോടതിയിൽ ഹാജരാക്കി വിശദമായി സൈബർ പരിശോധനയ്ക്ക് കൂടി അന്വേഷണ സംഘം വിധേയമാക്കുന്നുണ്ട്. കാരണം ഈ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെയാണോ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അവഹേളന പരാമർശങ്ങൾ തുടർച്ചയായി പോസ്റ്റുകളെല്ലാം തന്നെ നടത്തിയിരുന്നത് എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല ആ ഒരു ചടങ്ങിൽ വെച്ച് മോശം പരാമർശമുണ്ടായി. പിന്നീട് പല ഘട്ടങ്ങളിലും ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഒരു പരാമർശമുണ്ടായി എന്ന കാര്യം തന്നെയാണ് നടി മൊഴിയിൽ പോലീസിന് നൽകിയ മൊഴിയിലെല്ലാം തന്നെ വിശദമായി സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലും ഒരു ചോദ്യം ചെയ്യൽ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. വിശദമായി തന്നെ ACPയുടെ നേതൃത്വത്തിൽ വിശദമായി തന്നെയാണ് ഈ ഒരു അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഇന്നലെ പോലീസ് അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നു എന്ന രീതിയിൽ പോലീസിൻ്റെ നീക്കങ്ങൾ ഇന്നലെയാണ് ഉണ്ടായത്. വയനാട്ടിലെ മേപ്പടിയിൽ ഉള്ള ബോബി ചെമ്മണ്ണൂരിൻ്റെ തന്നെ എസ്റ്റേറ്റിൽ വെച്ചായിരുന്നു ഇത്തരത്തിൽ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം കൊച്ചിയിലേക്ക് കൊണ്ടുവന്നു. 7 മണിക്ക് ശേഷം ഇവിടെ അറസ്റ്റ് രേഖപ്പെടുത്തി ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. ആദ്യം കസ്റ്റഡിയിലെടുത്തതിന് ശേഷം കസ്റ്റഡിയിലെടുക്കുന്നതിന് മുമ്പായി ബോബി ചെമ്മണ്ണൂർ അയൽ സംസ്ഥാനത്തേക്ക് കടക്കാനും അവിടെ നിന്ന് വിദേശത്തേക്ക് പോകാനും എല്ലാമുള്ളൊരു സാധ്യത പോലീസ് നേരത്തെ തന്നെ മുൻകൂട്ടി കാണുകയും ചെയ്തിരുന്നു. അതിനുശേഷം നിയമ നടപടികൾ പുരാണത്തിലെ കാര്യങ്ങളാണ്, താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് വീണ്ടും ആവർത്തിച്ചു പറയുന്നത്. മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മൊഴിയിലടക്കം ബോബി ചെമ്മണ്ണൂർ ഈ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. എന്തായാലും വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയോ എന്നുള്ള കാര്യം നമുക്കിനി അറിയേണ്ടതുണ്ട്. ഈ ബോബി ചെമ്മണ്ണൂർ വിഷയത്തിൽ സുധീഷ് ഗോപാലും ജിജീഷും ഒരിക്കൽ കൂടി കയറിയാണ്. അപ്പോൾ ജിജീഷിലേക്ക് ഒന്നുകൂടി പോകണം. കാരണം ഇപ്പോൾ ഹണിറോസ് കൃത്യമായി പറഞ്ഞു, ഒരാളിൻ്റെ പിന്നാലെ മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തുടരുകയാണ്, അധിക്ഷേപിച്ചുകൊണ്ട് തുടരുകയാണ് എന്ന് പറഞ്ഞു. ഇന്നലെ അതിനെല്ലാം ബോച്ചെ മറുപടി പറയാൻ ശ്രമിച്ചു. കാറിനുള്ളിലേക്ക് കയറ്റുമ്പോൾ
ചാനൽ മൈക്കുകൾക്ക് മുന്നിൽ പ്രതികരിക്കാൻ ശ്രമിച്ചിരുന്നു. എന്താണ് ബോച്ചെ പറഞ്ഞത്? ജിജീഷ്. ഇന്നലെ അടക്കം ബോച്ചെ ചാനൽ മൈക്കുകൾക്ക് മുന്നിൽ പ്രതികരിച്ചൊരു കാര്യമെന്ന് പറയുന്നത് താൻ ഏതെങ്കിലും തരത്തിൽ ഒരു കുറ്റം ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്തിട്ടില്ല, തൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള ഈ ഒരു ആരോപിക്കപ്പെടുന്നത് പോലുള്ള പരാമർശങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതായത് പിന്നീട് വിശദമായി മൊഴി രേഖപ്പെടുത്തുന്നതിന് മുമ്പ് ആ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നതിന് സമാനമായ നിരവധി കാര്യങ്ങൾ തന്നെയാണ് തുടക്കത്തിൽ ഈ മാധ്യമങ്ങളോടുള്ള പ്രതികരണത്തിലും ബോബി ചെമ്മണ്ണൂർ ഇന്നലെ വ്യക്തമാക്കിയിരിക്കുന്നത്. താൻ തെറ്റുകാരനല്ല, ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ കുറ്റം ചെയ്തതായി കരുതുന്നില്ല എന്നെല്ലാമുള്ള മൊഴികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അത് തന്നെയാണ് പിന്നീട് വിശദമായ ചോദ്യം ചെയ്യലിലും ആവർത്തിക്കുകയും ചെയ്തത്. ഇവിടെ ബോബി ചെമ്മണ്ണൂർ പറയുന്നത് ചില താല്പര്യങ്ങൾ ഈ ഒരു പരാതിക്ക് പിന്നിലുണ്ട്, വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ തനിക്കെതിരായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പിന്നിലുണ്ട്, സ്വാർത്ഥ ലാഭത്തോടെയും സ്വാർത്ഥ താല്പര്യത്തോടും കൂടിയുള്ള ഈ ആരോപണങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണം. ഏത് സാഹചര്യത്തിലാണ് മാസങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ഒരു പരാതിയിലാണ് തനിക്കെതിരെ ഇത്തരത്തിൽ ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. അത് ഭാരതീയ ന്യായ സംഹിത പ്രകാരവും ഒപ്പം തന്നെ IT ആക്ട് പ്രകാരവും എല്ലാം തന്നെ കേസ് വന്നിരിക്കുന്നത് മുമ്പ് നടന്നിട്ടുള്ളതാണ്. അന്നൊന്നും പരാതി ഉണ്ടായിരുന്നില്ല. അന്ന് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം പോലും ആ വേദിയിൽ വെച്ച് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അതിനുശേഷം 3 മാസങ്ങൾക്ക് ശേഷം വരെ ഈ ഒരു പരാതി നൽകുന്നതിൽ തനിക്ക് സംശയങ്ങളുണ്ട് എന്ന കാര്യം തന്നെയാണ് അതിൽ മൊഴിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇന്നലെ ഇവിടെ ഹാജരാക്കാൻ കൊണ്ടുവന്ന സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തിക്കുന്ന സമയത്തും ഒപ്പം തന്നെ കസ്റ്റഡിയിലെടുത്ത ഘട്ടങ്ങളിലെല്ലാം തന്നെ ബോബി ചെമ്മണ്ണൂർ ഇത് ആവർത്തിക്കുകയും ചെയ്തു. എന്നാൽ ഇക്കാര്യത്തിൽ ഹണി റോസ് നൽകിയിരിക്കുന്ന പരാതിയിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഒരു തവണയല്ല നിരവധി തവണ തനിക്കെതിരായി ഉള്ള അശ്ലീല പരാമർശങ്ങളും അധിക്ഷേപ പരാമർശങ്ങളും ഉണ്ടായി. ഓരോ ഘട്ടത്തിലും തനത് പിൻവലിക്കും അല്ലെങ്കിൽ കൂടുതൽ നിയമ നടപടികളിലേക്ക് കടക്കണ്ട എന്നോർത്ത് മാറ്റി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരം ഘട്ടങ്ങളിലേക്ക് കടക്കാതിരിക്കുമ്പോൾ പോലും ഈ ഒരു കൃത്യം ആവർത്തിക്കുന്ന പ്രവൃത്തി തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിൽ നിന്ന് ഉണ്ടായത്. അങ്ങനെ ഗത്യന്തരമില്ലാതെയാണ് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീക്കും അതായത് ഈ ഹണി റോസ് പറഞ്ഞത് തുടരെ അധിക്ഷേപിച്ച കാര്യമാണ്. പക്ഷേ ബോബി ചെമ്മണ്ണൂർ ഇന്നലെ പ്രതികരിച്ചത് 4 മാസം അല്ലെങ്കിൽ അതോ 6 മാസമോ 4 മാസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു വിഷയത്തിൽ ഇപ്പോഴെന്തിന് കേസ് എന്ന ചോദ്യമാണ് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത്. ഈ ഹണി റോസ് കൊടുത്തിരിക്കുന്ന കേസ് തുടരെ തന്നെ പിന്തുടർന്ന് അധിക്ഷേപിക്കുന്നു ലൈംഗികമായി എന്നാണ്. അതായത് ബോച്ചയുടെ പ്രതികരണത്തിന് വില നഷ്ടപ്പെടുന്നു അവിടെ തന്നെ. തീർച്ചയായും ഇവിടെ ബോച്ച പറയുന്നത് ബോബി ചെമ്മണ്ണൂർ പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് ആ ഒരു ഘട്ടത്തിൽ അവിടെ പെട്ടെന്നുണ്ടായ അല്ലെങ്കിൽ തന്നെ അത്തരം പരാമർശങ്ങൾ സാധാരണ നിലയിൽ നടത്താറുണ്ട്, ആ ഒരു കാര്യങ്ങൾ ആവർത്തിക്കാറുണ്ട് എന്ന കാര്യം ബോബി ചെമ്മണ്ണൂർ തന്നെ പറയുന്നുണ്ട്. കാരണം ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം നിരവധി പരാതികൾ സമാനമായ പരാതികൾ നേരത്തെയും ഉയർന്നിരുന്നു. ഒരുപക്ഷെ ശക്തമായ നിയമ നടപടിയിലേക്ക് കടക്കുന്ന തരത്തിൽ അത് നീങ്ങിയില്ല എങ്കിൽ കൂടി പല ഘട്ടങ്ങളിലും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, മോശം വാക്കുകളെല്ലാം തന്നെ ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഏത് സമയത്തും ഏത് പ്രസംഗങ്ങളിലും അദ്ദേഹം ദ്വയാർത്ഥത്തോടുകൂടി സംസാരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയാവുകയും എല്ലാം ചെയ്തിരുന്നു. ആ ഘട്ടത്തിലും ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ അത്തരത്തിൽ അതിനെല്ലാം ന്യായീകരിക്കുന്ന ഒരു വിഭാഗം അവിടെയും ഉണ്ടാവുന്നു. അതേ സാഹചര്യത്തിൽ തന്നെ ബോബി ചെമ്മണ്ണൂർ അത്തരം നീക്കങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നത് മുമ്പ് തന്നെ കണ്ടുവരുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ്. ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ മുമ്പ് നടത്താറുള്ള ചില പരാമർശങ്ങൾ പോലെ ഒരു കാര്യം തമാശ രൂപേണ അവിടെ വെച്ച് പറഞ്ഞു എന്നത് മാത്രമാണ്. അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിൽ ലൈംഗികമായി അധിക്ഷേപിക്കണമെന്നോ ലൈംഗിക ചുവയോടെ പെരുമാറണമെന്നോ ഒന്നും തന്നെയുള്ള ഉദ്ദേശം തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നിട്ടില്ല. അവിടെ പറഞ്ഞു പോയ ഒരു കാര്യമാണ്. ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ ആണ് ഈ ഒരു പരാതികളെല്ലാം തന്നെ മുന്നോട്ട് പോയത് എന്ന് പറയുന്ന ബോബി ചെമ്മണ്ണൂർ പറയുമ്പോൾ തന്നെയാണ് കൃത്യമായി തന്നെ ആ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരിക്കൽ മാത്രമല്ല നിരവധി തവണ ഈ ഒരു ആളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നില്ല അല്ലെങ്കിൽ അതോടുകൂടി നിർത്തുകയായിരുന്നില്ല. തുടർച്ചയായി വീണ്ടും സമാന രീതിയിലുള്ള പരാമർശങ്ങളുണ്ടായി. പിന്നീട് തൻ്റെ സമൂഹ മാധ്യമ പോസ്റ്റിന് താഴെ തുടർച്ചയായി വന്ന് കമന്റുകൾ ഇട്ട ആളുകൾക്കൊരു പ്രചോദനമായി മാറിയതും ഇത്തരത്തിൽ ഈ ഒരു അവഹേളനം തന്നെയാണ്. തുടർച്ചയായി നടത്തിയ അവഹേളനമാണ്. അവിടെ ഒരു വൈരാഗ്യ ബുദ്ധിയോട് കൂടിയാണ്. കാരണം തനിക്ക് അത്തരമൊരു മോശം വാക്കുകൾ പരാമർശങ്ങൾ ഉണ്ടായ സമയത്ത് താൻ പിന്നീട് ഈ ഒരു വ്യവസായിയുടെ പരിപാടികളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നില്ല. ബോബി ചെമ്മണ്ണൂരിന്റെ പൊതുപരിപാടികൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉദ്ഘാടന ചടങ്ങുകൾക്കടക്കം വിളിച്ചാൽ
അതിൽ നിന്നും മാറി തന്നെയാണ് ജിജീഷ്. ഹണി റോസ് ഇന്നലെ കൂടെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു പരിപാടിക്ക് ചെന്നപ്പോൾ ആയിരുന്നു ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ലൈംഗിക അധിക്ഷേപം ഉണ്ടായത്. അതിന് പിന്നാലെ വീണ്ടും അത് തുടർന്നുകൊണ്ടിരുന്നു. പക്ഷേ അവസാനം നടത്തിയ ലൈംഗിക അധിക്ഷേപ പരാമർശം എന്ന് പറയുന്നത് അത് അതിര് കടക്കുന്നത് തന്നെയായിരുന്നു. അപ്പോഴും അവർ പറയുന്നുണ്ട് ആ പരിപാടി അലങ്കോലപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് താൻ ശ്രമിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് അപ്പോൾ മറുപടി പറയാത്തതെന്ന്. അപ്പോൾ ഇങ്ങനെ നിരന്തരമായിട്ട് നടത്തുന്ന ലൈംഗിക അധിക്ഷേപം, അതിക്രമം, അതിനൊക്കെ തന്നെ ഇപ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരുന്നു ബോബി ചെമ്മണ്ണൂർ എന്ന് തന്നെ പറയാം. ഒപ്പം ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. പ്രതിക്ക് ജാമ്യത്തിനായിട്ട് ഇനി കോടതിയെ സമീപിക്കേണ്ട ഒരു അവസ്ഥ കൂടെയുണ്ട്. ഇന്നലെ മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യ മൊഴി കൂടെ നൽകിയിട്ടുണ്ട് ഹണി റോസ്. ഇതിന്റെ പകർപ്പ് കൂടെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയല്ലേ പോലീസ് ചെയ്യുന്നത്? തീർച്ചയായും രജനി, ഇക്കാര്യത്തിൽ വിശദമായ മൊഴി തന്നെയാണ് നടിയുടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഈ കോടതിയിൽ നൽകുന്ന ആ മൊഴിക്ക് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. സാധാരണ നിലയിൽ പോലീസിന് നൽകുന്ന മൊഴിയേക്കാൾ കോടതിക്ക് മുന്നിൽ പിന്നീട് നിയമ നടപടികളിലേക്കും നിയമ പോരാട്ടങ്ങളിലേക്കുമെല്ലാം കടക്കുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അവിടെ മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ മൊഴി തന്നെയാണ്. അത് കൂടുതൽ ബലപ്പെട്ടതാണ് എന്നതുകൊണ്ട് തന്നെ ആ മൊഴിയുടെ പകർപ്പടക്കം ഹാജരാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മൊഴിയെ മുൻനിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും പോലീസിന്റെ ഇനിയുള്ള പ്രധാനപ്പെട്ട നീക്കങ്ങൾ എന്ന് പറയുന്നത്. കാരണം അവിടെ നൽകിയിരിക്കുന്ന മൊഴിയിൽ, പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിക്കൊപ്പം തന്നെ വിശദമായി തന്നെ എങ്ങനെയെല്ലാമാണ് തനിക്ക് ഈ അധിക്ഷേപ പരാമർശങ്ങളെ നേരിടേണ്ടി വന്നത്, എങ്ങനെയെല്ലാമാണ് തന്നെ അത് ബാധിച്ചിട്ടുള്ളത്, എന്തെല്ലാം തരത്തിലുള്ള അശ്ലീല പരാമർശങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ബോബി ചെമ്മണ്ണൂരിൽ നിന്ന് ഉണ്ടായത് എന്ന കാര്യം ആ മൊഴിയിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. പിന്നീട് അതിനുശേഷം അതിൻ്റെ തുടർച്ചയായിട്ട് മറ്റു ചില ആളുകളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള, നിരവധി ആളുകളിൽ നിന്ന് അതിൻ്റെ തുടർച്ചയായി ഉണ്ടായിട്ടുള്ള ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള അശ്ലീല സംഭാഷണങ്ങൾ, അശ്ലീല വാക്കുകൾ അതെങ്ങനെയായിരുന്നു എന്നും അത് എങ്ങനെയാണ് തന്നെ വ്യക്തിപരമായി അല്ലെങ്കിൽ തൻ്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലേക്ക് അത് മാറിയത് എന്നെല്ലാം തന്നെ ആ മൊഴികളിൽ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ ആ മൊഴി ഏറ്റവും പ്രധാനമായി തന്നെ മാറും. കോടതിയിൽ സാധാരണ നിലയിൽ മുമ്പും ഇത്തരത്തിൽ ലൈംഗിക ചുവയോടെയുള്ള സംസാരങ്ങളിൽ, ലൈംഗിക അതിക്രമങ്ങളിലെല്ലാം തന്നെ കൃത്യമായി തന്നെ ആ ഇരകളുടെ മൊഴി രേഖപ്പെടുത്താറുണ്ട്. മജിസ്ട്രേറ്റ് കോടതി അത് രേഖപ്പെടുത്തി പിന്നീട് നിയമ നടപടികളിലേക്ക് കടക്കുമ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു തെളിവും പ്രധാനപ്പെട്ട ഒരു വിവരവുമായി നിലനിൽക്കുകയും ചെയ്യും. സ്വാഭാവികമായും പോലീസിന് നൽകിയപ്പോൾ തന്നെ കൃത്യമായി തന്നെ പരാതികളിൽ പറഞ്ഞിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ ദുരനുഭവത്തെ കുറിച്ച്. എന്നാൽ അത് കൂടുതൽ വിശദമായും വ്യക്തമായും എങ്ങനെയെല്ലാമാണ് സമൂഹ മാധ്യമത്തിലൂടെ അടക്കം ആ പ്രതികരണങ്ങൾ ഉണ്ടായത്, അത് ഏത് സാഹചര്യത്തിലാണ് അത് ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് അവിടെ മൊഴിയായി സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു തുടക്കമുള്ള കാര്യങ്ങൾ അടക്കം പ്രത്യേകം പറയുന്നുണ്ട്. 2024 ഓഗസ്റ്റ് 7-നാണ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ ആദ്യം ഇത്തരമൊരു പരാമർശം ബോബി ചെമ്മണ്ണൂരിൽ നിന്ന് ഉണ്ടാകുന്നത്. അതിനുശേഷം അന്ന് സ്വാഭാവികമായും ആ വേദി അല്ലെങ്കിൽ അതൊരു ഉദ്ഘാടന വേദിയാണ്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണത്തിന് മുതിർന്നുകൊണ്ട് വലിയൊരു ചർച്ചയാക്കാനോ അല്ലെങ്കിൽ അവിടെ ഒരു വേദിയെ വിവാദത്തിലേക്ക് വലിച്ചിഴക്കാനോ താൻ ആഗ്രഹിച്ചിരുന്നില്ല. നേരത്തെയും ഇത്തരത്തിൽ തനിക്കെതിരായ ചില ലൈംഗിക പരാമർശങ്ങൾ, ചൊവ്വയോടെയുള്ള അധിക്ഷേപങ്ങളെല്ലാം ഉണ്ടായപ്പോഴും തന്റെ നീക്കങ്ങൾ അല്ലെങ്കിൽ നിയമ നീക്കങ്ങൾ എന്ന് പറയുന്നത് അത്തരത്തിൽ തന്നെയായിരുന്നു. പരിസരം ചിന്തിച്ചുകൊണ്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. സുധീഷ് ഗോപാലിലേക്ക് കൂടി പോകാം. സുധീഷ്, ഇന്ന് വീണ്ടും ബോച്ചയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴായിരിക്കും വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുവരിക? കൃഷ്ണ, ഇന്നും പുലർച്ചെ തന്നെ ആശുപത്രിയിൽ കാണിച്ച് ബോച്ചയുടെ ആരോഗ്യ കാര്യങ്ങൾ പരിശോധിച്ചു എന്നതാണ് വ്യക്തമാക്കുന്നത്. അത് ഇന്നലെ വയനാട്ടിൽ നിന്നും എത്തിച്ചു കഴിഞ്ഞിട്ട് വൈദ്യപരിശോധന നടത്തിയിരുന്നു. അതിനുശേഷം ഇന്നലെ മൊത്തം കസ്റ്റഡിയിൽ പോലീസ് സ്റ്റേഷനിലാണ് കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇന്ന് മജിസ്ട്രേറ്റ് കോടതി ഹാജരാക്കുന്നതിന് മുമ്പ് മറ്റു പരിക്കുകളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായാണ് ഇന്ന് വീണ്ടും പരിശോധന നടത്തിയത്. അതിനുശേഷം ഇനിയിപ്പോൾ മറ്റ് എല്ലാ കാര്യങ്ങളും തയ്യാറായി കഴിഞ്ഞു. ഇനിയും മജിസ്ട്രേറ്റ് എപ്പോൾ പറയുന്നോ അതിനനുസരിച്ച് ഒരുപക്ഷെ കോടതിയിൽ നേരിട്ട് ഹാജരാക്കാം. കാരണം കോടതിയിൽ നേരിട്ട് ഹാജരാക്കണമെന്ന് ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകരും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അത് ഓപ്പൺ കോടതിയിലാണെങ്കിൽ മാത്രമേ അതിലൊരു വിസ്താരം നടക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ചേംബറിൽ ആണ് ഹാജരാക്കുന്നത്, ഇല്ലെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ എത്തിച്ചാണ് ഹാജരാക്കുന്നതെങ്കിൽ അത്തരം ഒരു വാദം നടക്കാനുള്ള സാഹചര്യമില്ലാതെ വരും. അതുകൊണ്ട് തന്നെ ജാമ്യം
പരിഗണിക്കുന്ന കാര്യത്തിനോട് വേണ്ടി ഇന്ന് കോടതിയിൽ തന്നെ ഹാജരാക്കണമെന്ന ഒരു ആവശ്യം ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തുതന്നെയായാലും വൈദ്യപരിശോധനകൾ കഴിഞ്ഞു. മിനിഞ്ഞാന്ന് വൈകിട്ടോടെ നൽകിയ ഹണി റോസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്ത് മിനിഞ്ഞാന്ന് വൈകിട്ട് തന്നെ വയനാട്ടിലേക്ക് പുറപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം വയനാട്ടിൽ നിന്നും ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുക്കുകയും ഇന്നലെ രാത്രി 7 മണിയോടെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി തന്നെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളതും. ഇനി കൂടുതൽ വകുപ്പുകൾ രഹസ്യമൊഴിയുടെ കൂടി അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമോ എന്നതും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. എന്തുതന്നെയായാലും കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഇത്തരത്തിൽ കണ്ണൂരിലെ ആലക്കോട് വെച്ച് അവിടുത്തെ ഒരു ഷോറൂമിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് ഈ സംഭവങ്ങളുടെ തുടക്കം. അവിടെ വെച്ച് ബോബി ചെമ്മണ്ണൂർ അനുമതിയില്ലാതെ സ്പർശിച്ചു എന്നും അതിനുശേഷം അശ്ലീല ചൊവ്വയോടെ സംസാരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ സംഭവങ്ങൾക്ക് തുടക്കമായത്. പിന്നീട് ഇങ്ങോട്ട് നിരന്തരം ഇത്തരത്തിൽ സമാനമായ രീതിയിലുള്ള അശ്ലീല ചൊവ്വയോടെ സംസാരിക്കുക, ഇല്ലെങ്കിൽ ദുരാർത്ഥത്തോടെയുള്ള കമൻറ്റുകൾ ഇടുക, ഇല്ലെങ്കിൽ അത്തരം പ്രതികരണങ്ങൾ നടത്തുക, അത് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുക തുടങ്ങിയ കുറ്റങ്ങളാണ് ഏറ്റവും പ്രധാനമായും ഇപ്പോൾ ചുമത്തപ്പെട്ടിട്ടുള്ളത്. ഇതെല്ലാം തന്നെ ഭാരതീയ നിയമം പ്രകാരമായാലും IT ആക്ട് പ്രകാരമായാലും ഇത് ജാമ്യമില്ലാ വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ മികച്ച അഭിഭാഷകനെ മുൻനിർത്തിക്കൊണ്ട് ജാമ്യം നേടിയെടുക്കാനുള്ള ശ്രമമായിരിക്കും ബോച്ചയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ബോച്ചെ പറയുന്നു ഇത്തരത്തിൽ താൻ അത് എത്രയോ മുൻപ് പറഞ്ഞതാണ്, പക്ഷേ ഒരിക്കലല്ല പറഞ്ഞത്, അത് ഇന്നലെ ഹണി റോസ് തന്നെ പറഞ്ഞതാണ്. നിരന്തരം തനിക്ക് ഒരു മാനസിക വേദന നൽകുന്ന തരത്തിലുള്ള ഇടപെടലായി ഇത് മാറിക്കഴിഞ്ഞു. അത് തൻ്റെ മാനേജർ മുഖാന്തരവും മറ്റും അവിടെ കൃത്യമായി ധരിപ്പിച്ചതാണ്, ഇത് അവസാനിപ്പിക്കണം. പക്ഷേ ഒരിക്കൽ പോലും ഒരു ക്ഷമാപണം പോലും ഉണ്ടായില്ല. അത് ആവർത്തിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നിരവധി തവണ മുന്നറിയിപ്പ് കൊടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഹണി റോസ് നിയമപരമായി ഇതിനെതിരെ പോരാട്ടം ആരംഭിച്ചത്. അതിന് സമൂഹ മാധ്യമങ്ങളിലടക്കം പൊതുജനങ്ങളിൽ നിന്നടക്കം വലിയ സ്വീകാര്യത തന്നെയാണ് കൈവന്നിട്ടുള്ളതും. കാരണം ഇത് ഹണി റോസിനോട് മാത്രമുള്ള ഒരു സമീപനമായല്ല വിലയിരുത്തപ്പെടുന്നതും. പലരെയും ഇത്തരത്തിൽ അപമാനിക്കുന്ന ഒരു സമീപനം, ചില യൂട്യൂബർമാർ അതിലെ പെൺകുട്ടികളോടെ പോലും മോശമായി പെരുമാറുന്ന സമീപനമുണ്ട്. ഇതേ സാഹചര്യത്തിൽ ഹണി റോസ് മുന്നോട്ട് വെക്കുന്ന മറ്റൊരാവശ്യമുണ്ട്. ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന യൂട്യൂബർമാരും ഇതിൻ്റെ നിയമത്തിന് കീഴിലേക്ക് വരണം. ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിച്ച് അവർക്ക് അവരുടെ നേട്ടം, അവരുടെ യൂട്യൂബ് ചാനലിൽ കൂടുതൽ കാണികളെ ഉണ്ടാക്കാൻ വേണ്ടി ഇത്തരത്തിൽ ചെയ്യുന്നതും തെറ്റാണ് എന്നൊരു കാര്യം കൂടി ഹണി റോസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ കാര്യമെല്ലാം കോടതിയുടെ പരിഗണനയിലേക്ക് വരും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഇത് ഒരു ബോബി ചെമ്മണ്ണൂരിൻ്റെ മാത്രം കാര്യമല്ല, ഇതുപോലെ പല ആളുകളുണ്ട്. യൂട്യൂബിൽ അടക്കം കമൻസ് ഇടുന്നവരുണ്ട്, വ്ളോഗേഴ്സ് ഉണ്ട്. ഇവർക്കെല്ലാം തന്നെ തിരിച്ചടിയാകുന്ന ഒരു കാര്യം കൂടെ തന്നെയാണ് ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വൈദ്യപരിശോധന പൂർത്തിയായിരിക്കുന്നു. 2ാം തവണയാണ് വൈദ്യപരിശോധന നടത്തുന്നത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. എന്തൊക്കെയായിരിക്കും തുടർ നടപടികൾ എന്നുള്ളത് വരും മണിക്കൂറുകൾ നമുക്ക് അറിയാൻ കഴിയും. വിശദമായ റിപ്പോർട്ടാണ് ജിജീഷും സുധീഷ് ഗോപാലും നൽകിക്കൊണ്ടിരുന്നത്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. കള്ളപ്പണ ഇടപാടുകളിൽ ED അന്വേഷണം കൂടുതൽ സഹകരണ ബാങ്കുകളിലേക്ക്. ക്രമക്കേടുകൾ വ്യക്തമാക്കുന്ന രേഖകൾ കടത്തിയെന്ന് സംശയം. കോൺഗ്രസ് CPM ഭരണ നിയന്ത്രണങ്ങളുള്ള സഹകരണ ബാങ്കുകളിലും സംഘങ്ങളിലുമാണ് വൻ ക്രമക്കേടുകൾ നടന്നത്. കൊല്ലം ഇടമുളയ്ക്കൽ ബാങ്ക് മുൻ സെക്രട്ടറി R മാധവൻപിള്ളയെ ED ചോദ്യം ചെയ്യും. ബാങ്കിൽ കഴിഞ്ഞ ദിവസം ED കൊച്ചി യൂണിറ്റ് റെയ്ഡ് നടത്തിയിരുന്നു. വിവരങ്ങളുമായി ജിജീഷ് തന്നെ വീണ്ടും ചേരുകയാണ്. ജിജീഷ്, ഈ കരുവന്നൂരിൽ തുടങ്ങി പിന്നെ അങ്ങോട്ട് കേട്ടതൊക്കെയും ഞെട്ടിപ്പിക്കുന്ന വാർത്തകളായിരുന്നു. ഈ നിക്ഷേപകർക്ക്, ബാങ്ക് ഇടപാടുകാർക്കൊക്കെ ആശങ്കയായിരുന്നു ആ സമയത്തൊക്കെയും. ഇപ്പോൾ ED വീണ്ടും സജീവമാകുന്നു. കൂടുതൽ ക്രമക്കേടുകൾ ബാങ്കുകളിൽ നടന്നിട്ടുണ്ടെന്ന് തിരിച്ചറിയുന്നു. മാത്രമല്ല, ഈ ക്രമക്കേടുകളുടെ രേഖകൾ, ക്രമക്കേടുകൾ വ്യക്തമാക്കുന്ന രേഖകൾ മാറ്റിയെന്ന വിവരവും വരുന്നുണ്ട്. അതായത് ED വിടാതെ പിന്തുടരുന്നു സഹകരണ ബാങ്കുകളിലെ ക്രമക്കേടുകൾക്ക് നേരെ. കൃഷ്ണരാജ് പറഞ്ഞതുപോലെ തന്നെ സഹകരണ ബാങ്ക് ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ഊർജിതമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ പ്രമാദമായ നിരവധി ബാങ്ക് തട്ടിപ്പ് കേസുകൾ, കള്ളപ്പണ ഇടപാട് കേസുകൾ അതിലൊന്നായിരുന്നു കരുവന്നൂരും പിന്നീട് കണ്ടലയും. CPM നിയന്ത്രണത്തിലുള്ളതും CPI നിയന്ത്രണത്തിലും എല്ലാമുള്ള ബാങ്കുകളിലെ തട്ടിപ്പുകൾ ഓരോന്നായി പുറത്തു വന്നിരുന്നു. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ബാങ്കുകളുടെ തട്ടിപ്പുകൾ തന്നെ പല ഘട്ടങ്ങളിലും പുറത്തു വന്നു. അതിൽ ഏറ്റവും ഒടുവിലാണ് കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള കൊല്ലത്തെ ഇടമുള
ഇടമുളയ്ക്കൽ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി വരുന്നതും അതിലവിടെ 24 കോടിയിലധികം രൂപയുടെ 25 കോടിയോളം രൂപയുടെ ക്രമക്കേടാണ് നടന്നത് പ്രത്യക്ഷത്തിൽ എന്ന് വ്യക്തമാവുകയും ചെയ്തത്. പിന്നീട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു ഈ ഇടമുളയ്ക്കൽ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ അന്വേഷണം ആരംഭിച്ചത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചത്. അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ബാങ്ക് മുൻ സെക്രട്ടറി ആർ മാധവൻപിള്ളയെ കൂടി ചോദ്യം ചെയ്യുക എന്ന ഒരു നടപടിയിലേക്ക് കഴിഞ്ഞ ദിവസം ED റെയ്ഡ് വിവിധ ഭാഗങ്ങളിൽ നടന്നിരുന്നു. ഭരണസമിതി അംഗങ്ങളുമായി ബന്ധപ്പെട്ട ഏതാനും പേരുടെ വീടുകളിലും ഒപ്പം തന്നെ ഇടമുളയ്ക്കൽ സഹകരണ ബാങ്കിലും മാധവൻ പിള്ളയുടെ വീടുകളിലും മുൻ ബാങ്ക് സെക്രട്ടറി കൂടിയായ മാധവൻ പിള്ളയുടെ സ്വീകാര്യത്തുള്ളതടക്കം 2 വീടുകളിൽ കൂടി അന്വേഷണ സംഘം എത്തി. എന്നാൽ ഈ 2 വീടും പൂട്ടിക്കിടക്കുകയായിരുന്നു എന്ന കാര്യം തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം യാതൊരു തരത്തിൽ പരിശോധന നടത്താൻ കഴിയാത്ത വിധത്തിൽ വീടുകൾ പൂട്ടിയിട്ട് പോയിരിക്കുകയായിരുന്നു. മാത്രമല്ല ചില നിർണായകമായ രേഖകൾ കണ്ടെത്താനുള്ള പരിശോധനകൾ കൂടിയായിരുന്നു അന്വേഷണ സംഘം ഉദ്ദേശിച്ചത്. എന്നാൽ ബാങ്കിൽ നിന്ന് രേഖകൾ കണ്ടെത്തി മറ്റു ചില രേഖകൾ അവിടെ നിന്ന് മാറ്റിയതായ ഒരു സൂചനയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. കാരണം ഈ തട്ടിപ്പ് പുറത്തുവിടുന്ന അല്ലെങ്കിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തെളിവുകളായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുന്നിൽ എത്തിപ്പെടാൻ സാധ്യതയുള്ള നിരവധി രേഖകൾ ഈ ഒരു പരിശോധന നടക്കുന്നതിന് മുമ്പായി തന്നെ അല്ലെങ്കിൽ തട്ടിപ്പ് വിവരം പുറത്തു വരികയും ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസിന്റെ എല്ലാം അന്വേഷണം മാധവൻപിള്ളയ്ക്കെതിരെ നടക്കുകയും എല്ലാം ചെയ്തപ്പോൾ തന്നെ നിർണായകമായ പല ഫയലുകളും പല രേഖകളും അവിടെ നിന്ന് മാറ്റിയെന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. എന്നാൽ ഇതെല്ലാം തിരിച്ചു പിടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുകയാണ്. അങ്ങനെ വിവിധ സഹകരണ ബാങ്ക് തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ളതും CPM നിയന്ത്രണത്തിലുള്ളതുമായ നിരവധി ബാങ്കുകളിലെ തട്ടിപ്പ് പരാതികൾ തുടർച്ചയായി ലഭിച്ചിരുന്നു. ആവർത്തിച്ച് തന്നെ നിക്ഷേപകർ ഇത്തരം പരാതികളുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസുകളിൽ എത്തി. അങ്ങനെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തു. പ്രാഥമികമായി പരിശോധനകൾ നടത്തി ECIR രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്യുന്നത്. പലതും 2 കോടി 3 കോടി മുതൽ 100 കോടിയിലധികം രൂപ വരെയുള്ള തട്ടിപ്പുകൾ ഇത്തരത്തിൽ പരാതികളായി വന്നിരുന്നു. അതിൽ പലതിലും നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 30 ലക്ഷം രൂപയും 40 ലക്ഷം രൂപയും എല്ലാം തന്നെ അവിടെ നിക്ഷേപിച്ച പണം പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ഒരു പശ്ചാത്തലമായിരുന്നു. ആസൂത്രിതമായി തന്നെയാണ് ഇത്തരം സഹകരണ ബാങ്കുകളിലെല്ലാം തന്നെ തട്ടിപ്പുകൾ നടത്തിയെന്നതും അതിന് ബാങ്ക് ഭരണസമിതിയുടെ പിന്തുണയുണ്ടായിരുന്നു. ബാങ്കിന്റെ സെക്രട്ടറിമാരടക്കം അവിടുത്തെ ജീവനക്കാരുടെ പിന്തുണ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ബാങ്ക് പ്രസിഡന്റിന്റെ പിന്തുണ ഇത്തരത്തിൽ തട്ടിപ്പ് നടന്ന പല ബാങ്കുകളിലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയൊരു കോക്കസ് കൃത്യമായി തന്നെ പ്രവർത്തിച്ചുകൊണ്ടും രാഷ്ട്രീയ പിൻബലത്തിലുമായിരുന്നു പലരും അവിടെ വായ്പകൾ തരപ്പെടുത്തി തിരിച്ചടവില്ലാതെ മുങ്ങിയിരുന്നതും ഒപ്പം തന്നെ വലിയ നിക്ഷേപങ്ങൾ നടത്തിയ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പണം നഷ്ടപ്പെടുന്ന തിരിച്ചു കിട്ടാത്ത വിധത്തിൽ ബാങ്ക് തകരുന്ന ഒരു സ്ഥിതിയിലേക്കും എല്ലാം തന്നെ പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലെടുത്ത എല്ലാ കേസുകളിലും രജിസ്റ്റർ ചെയ്ത 1 വർഷത്തിനുള്ളിൽ വിവിധ ഭാഗങ്ങളിൽ കൂടുതലായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട് പരാതിക്കാരുടെ മൊഴികൾ രേഖപ്പെടുത്തിയ കേസുകളിലെല്ലാം തന്നെ ഊർജിതമായ ഒരു അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. അങ്ങനെയാണ് ഇടമുളയ്ക്കൽ കേസുമായി ബന്ധപ്പെട്ട് ഇടമുളയ്ക്കൽ ബാങ്ക് സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഭരണസമിതിയുടെ മുൻ സെക്രട്ടറിയെ തന്നെ അടുത്ത ദിവസങ്ങളിൽ സമൻസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക എന്നൊരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിട്ടുള്ളത്. സഹകരണ ബാങ്കുകൾ എന്ന് പറയുന്നത് തട്ടിപ്പിന്റെ കേന്ദ്രങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ക്രമക്കേടുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ ED വന്നു തുടങ്ങിയപ്പോൾ തന്നെ അതിനെതിരെ പ്രതിഷേധം വന്നു. എന്തിന് ഞങ്ങളുടെ സുതാര്യമായ ഇടപാടുകളെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നു? പക്ഷേ അന്വേഷിച്ച് പോയപ്പോൾ കണ്ടല, കരുവന്നൂർ അങ്ങനെ ഓരോരോ ബാങ്കുകൾ തലപൊക്കി വന്നു. വലിയ അഴിമതികൾ, കോടികൾ. ഇതെല്ലാം സാധാരണക്കാരൻ്റെ പണമാണെന്ന് ഓർക്കണം. അവർ ദിവസക്കൂലിക്ക് പോയി പണിയെടുത്ത് അതിലൊരു വിഹിതം ചിട്ടിയായോ നിക്ഷേപമായോ ഒക്കെ അവിടെ കൊടുക്കുകയാണ്. അതാണ് അടിച്ചു മാറ്റി തട്ടിയെടുത്ത് വെട്ടിപ്പ് നടത്തി ആ ബാങ്കിലെ ഉന്നതർ രാഷ്ട്രീയക്കാരൊക്കെയും ജീവിക്കുന്നത് എന്നോർക്കണം. ഏതായാലും വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ. അപ്പോൾ നമ്മളിതുവരെ കണ്ടത് പൊളിറ്റിക്കൽ ഹാർഡ് ന്യൂസുകളാണ് എല്ലാം കണ്ടത്. പക്ഷേ നമുക്കൊരു രസകരമായൊരു വാർത്തയിലേക്ക്, കൗതുകം ജനിപ്പിക്കുന്ന ഒരു വാർത്തയിലേക്ക്, എന്നാൽ അതൊരു സന്ദേശം കൂടിയാണ്. ഫലവൃക്ഷങ്ങൾ നിറഞ്ഞ ഏദൻ തോട്ടത്തിന് നടുവിൽ ഒരു വീട്. ഇവിടേക്ക് എത്തുന്ന ഏതൊരാളും പറയും ഇവിടം സ്വർഗമാണെന്ന്. പത്തനംതിട്ട പുളിമുക്ക് സ്വദേശി ജോൺ ബാബുവാണ് 75-ലധികം ഫലവൃക്ഷങ്ങൾ വീടിന് ചുറ്റും നട്ടുപിടിപ്പിച്ചത്. പ്രകൃതി സ്വർഗം തീർക്കുന്ന കാഴ്ചകൾ കണ്ടുവരാം. നിറയെ പച്ചപ്പ്, വൃക്ഷങ്ങൾക്കിടയിലെത്തിയാലോ നല്ല കുളിർമ. പുറത്ത് നല്ല ചൂടാണ്.
പക്ഷെ ആ ചൂടൊന്നും ഈ പരിസരത്ത് ഏശുന്നയില്ല. ഇടയ്ക്ക് ഇളം കാറ്റ്, ഇടയ്ക്ക് തണുപ്പ്. പ്രകൃതി ഇവിടെ മാത്രമായി എന്തോ മാന്ത്രികത പ്രകടിപ്പിക്കുമ്പോൾ പ്രവാസിയായിരുന്നു ജോൺ ബാബു. വീട് വയ്ക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഒരാഗ്രഹവും ഉറപ്പിച്ചു. വീടിന് ചുറ്റും നിറയെ മരങ്ങൾ വേണം. വീട് വെക്കും മുൻപേ മരങ്ങൾ നട്ടുപിടിപ്പിച്ചു. വീട് പണി തീർന്നപ്പോൾ മരങ്ങളും വളർച്ചയിലെത്തി. നാടൻ വൃക്ഷങ്ങൾക്ക് പുറമെ ആപ്പിൾ, പാകിസ്ഥാൻ ലെമൺ, മുസംബി, പലതരം ഓറഞ്ചുകൾ, മിൽക്ക് ഫ്രൂട്ട്, മറ്റോവ, ബറാവ, കെപ്പൽ തുടങ്ങിയ വിദേശികളും തോട്ടത്തിലുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയും ചെയ്യുന്നു. സുഗന്ധദ്രവ്യമായ ഊത് നിർമ്മിക്കുന്ന മരം തോട്ടത്തിലെ അപൂർവ ഇനങ്ങളിൽ ഒന്നാണ്. ഞാൻ വീട് വയ്ക്കുന്നതിനോട് അനുബന്ധിച്ച് തന്നെ അന്നേരം തന്നെ ആ സമയത്ത് തന്നെ ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു 75 ഐറ്റംസ് വെറൈറ്റി ഫലങ്ങളാണ്. പിന്നെ മരങ്ങളുണ്ട്, ഊതുമരമുണ്ട്, ചന്ദനമരമുണ്ട്, പിന്നെ പൂക്കൾ എല്ലാം വെറൈറ്റി ആയിട്ട് നമ്മൾ ഓരോന്നോരോന്ന് ഇങ്ങനെ വെച്ച് പിടിപ്പിക്കും. കൃഷിയോടുള്ള പ്രകൃതിയോടുള്ള ഒരു സ്നേഹത്തിൽ വെച്ച് പിടിപ്പിച്ച ഈ പുരയിടത്തിലുള്ള വെള്ളം പോലും പുറത്തോട്ട് പോകുന്നില്ല. എല്ലാം ഭൂമിക്കടിയിലോട്ട് നമ്മൾ അവിടെ ഒരു കിണറുണ്ട്, കിണറിൻ്റെ അവിടോട്ട് വിടുകയാണ്. ഇപ്പം ഓടിൻ്റെ മേളിൽ വീഴുന്ന വെള്ളം നമ്മുടെ മഴവെള്ള സംഭരണി ശേഖരിക്കും. പ്രകൃതി തരുന്ന ഒന്നും ഇവിടെ പാഴാക്കാറില്ല. 1.5 ലക്ഷം ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുന്ന മഴവെള്ള സംഭരണിയും നിർമ്മിച്ചിട്ടുണ്ട്. വീട്ടുപരിസരത്തും മട്ടുപ്പാവിലും പച്ചപ്പ് നിറഞ്ഞുവെങ്കിലും ഇനിയും കൃഷി വിപുലീകരിക്കണമെന്നാണ് ജോൺ ബാബുവിന്റെ ആഗ്രഹം. ജനം, പത്തനംതിട്ട. വീണ്ടും വാർത്തകളിലേക്ക് തന്നെ പോകാം. വയനാട് അമരക്കുനിയിൽ വന്യജീവി ആടിനെ കൊന്നു. വട്ടമല സ്വദേശിയുടെ ആടിനെയാണ് കടുവ കൊന്നത്. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് കടുവ മറ്റൊരാടിനെ കൊന്നിരുന്നു. ആടിനെ പിടിച്ചത് കടുവയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. വിവരങ്ങളുമായി അർജുൻ PS ഒപ്പം ചേരുന്നു. അർജുൻ, ഈ പുൽപ്പള്ളി പ്രദേശത്ത് പ്രത്യേകിച്ചും കടുവ ഉണ്ടെന്ന ഭീഷണി ശക്തമാണ്. കഴിഞ്ഞ ദിവസം കലോത്സവ വേദിയിൽ വെച്ച് പുൽപ്പള്ളിയിലുള്ള ഒരു കുട്ടിയെ കാണുമ്പോൾ ആ കുട്ടി പറഞ്ഞത് കടുവ ശല്യം, കടുവയുടെ സാന്നിധ്യം കാരണം പുറത്തിറങ്ങാൻ പലപ്പോഴും പേടിയാണ് എന്നാണ്. ഇതിപ്പോൾ എന്താണ് സംഭവിച്ചത്? നാട്ടുകാർ എന്ത് പറയുന്നു? ഗുഡ് മോർണിംഗ്. എന്നാൽ തന്നെയും ഓരോ ദിവസവും നമുക്ക് വയനാടിനെ സംബന്ധിച്ച് വലിയ ഭീഷണിയാണ് ഇപ്പോൾ ഉള്ളത്. ഓരോ ദിവസവും നമുക്ക് വാർത്ത നൽകേണ്ടത് ഇത്തരത്തിൽ വന്യജീവി ആക്രമണത്തെക്കുറിച്ചും അല്ലെങ്കിൽ വന്യജീവി ജനവാസമായ മേഖലയിലേക്ക് ഇറങ്ങിയതിനെയും കുറിച്ച് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇതേ സ്ഥലത്ത് തന്നെയാണ് കടുവ ഇറങ്ങിയത്. ഇന്നും ഇത്തരത്തിൽ അമരക്കുനിയിൽ വന്യജീവി ഇറങ്ങിയിരിക്കുന്നു. ഒരാളുടെ ആടിനെ ആ കടുവ കൊന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കടുവയാണോ എന്നുള്ളത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ നാട്ടുകാർ പറയുന്നത് ഇത് കടുവ തന്നെയാണ്. കടുവയെ കണ്ടിരുന്നു, അതായത് ഈ ആടിന്റെ ഉടമസ്ഥൻ ഈ കടുവയെ കണ്ടിരുന്നു എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞത്. അതായത് ഇത്തരത്തിൽ കടുവ തൊഴുത്തിൽ കയറുന്നതും കയറുകയും പിന്നീട് കുട്ടികൾ ബഹളം വെക്കുകയും ചെയ്തു. അതോടൊപ്പം താൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കടുവ ഈ ആടിനെയും കൊണ്ട് പോകുന്നത് കണ്ടു എന്നുള്ളതാണ് ഈ നമുക്ക് ലഭിക്കുന്ന അറിവ്. അത്തരത്തിലുള്ള ഒരു അറിവാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തിനാൽ തന്നെയും വലിയ ഭീഷണിയിലാണ് ഇവിടെയുള്ള പ്രദേശവാസികളുള്ളത്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ഈ പ്രദേശത്ത് തന്നെ ഒരു ആടിനെ കടുവ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം വനപാലകരൊക്കെ എത്തി, പോലീസ് എത്തി വലിയ രീതിയിലുള്ള ഒരു പരിശോധന നടത്തുകയും അവിടെ കൂട് സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊന്നും ശാശ്വതമല്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതായത് തങ്ങൾക്കൊരു ശാശ്വത പരിഹാരമാണ് ആവശ്യം. നേരത്തെ കഴിഞ്ഞ ദിവസം തന്നെ ഈ പ്രദേശത്ത് മറ്റൊരു ആടിനെ പിടിച്ചപ്പോൾ തന്നെ നാട്ടുകാർ പറഞ്ഞിരുന്നു ഇത്തരത്തിലല്ല, തങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരമാണ് ആവശ്യം. അല്ലാതെ ഓരോ തവണ കടുവ ഇറങ്ങുമ്പോഴും അതിനെ പിടികൂടുക എന്നുള്ളതല്ല, കടുവ ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ആവശ്യം എന്നുള്ളതാണ് വയനാട് ഈ പുൽപ്പള്ളി സ്വദേശികൾ പറയുന്നത്. മാത്രമല്ല സ്വാഭാവികമായും വയനാടിനെ സംബന്ധിച്ചിടത്തോളം പുൽപ്പള്ളിയിൽ മാത്രമല്ല ചെതലയം, ബത്തേരി തുടങ്ങിയ നിരവധി പ്രദേശങ്ങളിൽ ഓരോ ദിവസവും കാട്ടാന ഇറങ്ങുന്നതും അതുപോലെ തന്നെ കടുവ ഇറങ്ങുന്നതും പതിവാണ്. കഴിഞ്ഞ ദിവസമാണ് ഒരു 22 വയസ്സുകാരനെ ആന ചവിട്ടി കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കർണാടക സ്വദേശിയാണ്. ആ പുൽപ്പള്ളിയിൽ ഒരു ബന്ധുവീട്ടിൽ വന്ന് തിരിച്ചു പോകുന്നതിനിടയ്ക്കാണ് റിസർവ് വനത്തിന്റെ അടുത്ത് ആന ചവിട്ടിക്കൊല്ലുന്നത്. വനപാലകരെത്തി ആ 22 വയസ്സുകാരനെ വീണ്ടും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മാനന്തവാടി മെഡിക്കൽ കോളേജിലാണ് എത്തിച്ചത്.
ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ ഇറങ്ങി ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന നിരവധി പേരാണ് ഓരോ വർഷവും, അല്ലെങ്കിൽ അത്തരത്തിൽ ആക്രമണം ഏൽക്കുന്നവർ ഓരോ വർഷവും നിരവധി പേരാണ് വയനാട്ടിലുള്ളത്. മാത്രമല്ല ഈ ആക്രമണം ഏൽക്കുന്ന ആളുകൾക്ക്, പരിക്കേൽക്കുന്ന ആളുകൾക്ക് അടിയന്തര സഹായമായി നിശ്ചിത തുക പ്രഖ്യാപിക്കുമെങ്കിലും പലർക്കും ആ തുക ലഭിക്കുന്ന ഒരു സാഹചര്യമില്ല. അതുപോലെ തന്നെ ചികിത്സയ്ക്കായി ചില അടിയന്തര സഹായമൊക്കെ പ്രഖ്യാപിക്കാറുണ്ട്, നീണ്ട ചികിത്സയ്ക്കായി പ്രഖ്യാപിക്കാറുണ്ട്. പക്ഷേ അതൊന്നും ഇവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ വസ്തുത. ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ മൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് തങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആ നാട്ടുകാരുടെ ചോദ്യം. അതായത് കൃത്യമായിട്ടുള്ള ഫെൻസിംഗ് രീതി, നമ്മൾ എപ്പോഴും പറയുന്നതാണ്, കൃത്യമായിട്ടുള്ള ഫെൻസിംഗ് രീതികൾ ഇവിടെ അവലംബിക്കുന്നില്ല, റെയിൽ ഫെൻസിംഗ് രീതി ഇവിടെ അവലംബിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ആന ഇറങ്ങുന്നതൊക്കെ പരിധിവരെ നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കും. ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ, പഴയ രീതിയിൽ, പഴഞ്ചൻ രീതിയിൽ തന്നെ ആനയോ അതുപോലെ തന്നെ കടുവയൊക്കെ പ്രതിരോധിക്കുകയാണെങ്കിൽ അത്തരത്തിൽ പ്രതിരോധിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് പ്രധാനമായും വയനാട്ടുകാർ പറയുന്നത്. മാത്രമല്ല വയനാട്ടുകാരുടെ പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും പിടികൂടുന്ന വന്യജീവികളെ ഇവിടെ വയനാട്ടിൽ കൊണ്ട് തുറന്നു വിടുന്നു എന്നുള്ളത്. എങ്ങനെ ജീവിക്കും വയനാട്ടിലെ ജനങ്ങൾ എന്ന് തന്നെയാണ് ചോദിക്കുന്നത് നിരന്തരമായി. ഇപ്പോൾ അമരക്കുനിയിലാണ് വന്യജീവി ആടിനെ കൊന്നത്. കഴിഞ്ഞ ദിവസം വേറൊരു ആടിനെയും കൊന്നിരുന്നപ്പോൾ നാട്ടുകാർ കൃത്യമായി പറയുന്നു, കടുവയാണ് ആടിനെ കൊന്നത്, വന്യജീവി എന്ന വാക്ക് നിങ്ങൾ എടുത്തു മാറ്റൂ, കടുവയാണ് എന്ന് കൃത്യമായി അവർ പറയുന്നു. വനം വകുപ്പ് ഇനി എന്തു ചെയ്യും എന്നറിയാനുള്ള കാത്തിരിപ്പാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ PS. സംസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി മുഖ്യമന്ത്രി വിളിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് ചേരും. സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെ പങ്കെടുക്കുന്ന യോഗത്തിൽ ആഭ്യന്തര പ്രശ്നങ്ങളടക്കം ചർച്ചയാകും. കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർമാരുടെ യോഗവും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്നിരുന്നു. രശ്മി കാർത്തിക ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. രശ്മി, നമസ്തേ, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, ഇങ്ങനെ നിരവധി യോഗങ്ങളാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. പക്ഷേ നാട്ടിൽ അക്രമങ്ങൾ തീരുന്നില്ല, ഗുണ്ടാവിളയാട്ടം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതും ഒരു പ്രഹസനമാകുന്ന യോഗം തന്നെ ആവില്ലേ? തീർച്ചയായും അത്തരത്തിലുള്ള യോഗം തന്നെ ആയിരിക്കും രജനി. രാവിലെയാണ് യോഗം ചേരുക. തൈക്കാട് ഗസ്റ്റ് ഹൗസിലാണ് യോഗം. രാവിലെ സംസ്ഥാന പോലീസ് മേധാവി SP-മാരുമായിട്ടാണ് ചർച്ച നടത്തുക. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച. മുഖ്യമന്ത്രി SP-മാരുമായിട്ട് സംസ്ഥാന പോലീസ് മേധാവി, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ പങ്കെടുക്കും. പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം പങ്കെടുക്കുന്ന യോഗമാണ് ഉച്ചയ്ക്ക് ശേഷം. പോലീസിലെ ആഭ്യന്തര പ്രശ്നങ്ങളടക്കം ഈ യോഗത്തിൽ ചർച്ചയാകും. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഓരോ ജില്ലകളുടെ സാഹചര്യം വിലയിരുത്തുന്നതിനുമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കളക്ടർമാരുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുന്നത്. ആഭ്യന്തരമായി നിലനിൽക്കുന്ന പല പ്രശ്നങ്ങളും, അതായത് പോലീസുകാർക്ക് ജോലി സമ്മർദ്ദം വളരെ കൂടുതലാണ്. മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദമൊക്കെ പോലീസിന്റെ മനോബലം തകർക്കുന്നു എന്നുള്ള ഒരു വിമർശനം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിലെ ആത്മഹത്യകൾ കുറയുന്നില്ല. അതിൽ യാതൊരു തരത്തിലുള്ള നടപടിയും മുകളിൽ നിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. കാരണം സാധാരണയായിട്ടുള്ള ബോധവൽക്കരണ ക്ലാസുകളും മറ്റും നടത്തുന്നതല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ഒരു നടപടികളിലേക്ക് ഒന്നും തന്നെ കടക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളും പോലീസിനുള്ളിൽ നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഇന്ന് ചേർന്ന യോഗത്തിൽ ചർച്ചയാകുമെന്നുള്ളതാണ് വിവരം. കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർമാരുടെ യോഗവും മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിരുന്നു. അതിൽ ഓരോ ജില്ലകളിലെ സാഹചര്യമാണ് വിലയിരുത്തിയത്. വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനം അനുഭവിക്കുന്നുണ്ട്. എല്ലാ പദ്ധതികളും ഏതാണ്ട് നിലയ്ക്കുന്ന ഒരു സാഹചര്യം. പുതുവർഷത്തിലാണെങ്കിൽ കൂടി എങ്ങനെ മുന്നോട്ട് പോകും എന്നറിയാൻ പറ്റാത്ത പ്രതിസന്ധിയിലാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ മാലിന്യ പ്രശ്നങ്ങളും തദ്ദേശീയമായിട്ടുള്ള വിഷയങ്ങളും ഒക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർമാരുടെ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തത്. സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഏതായാലും ഇന്നലെ അത് കഴിഞ്ഞതിന് ശേഷം ഇന്നിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുകയാണ്. പോലീസിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും നിലവിലെ സാഹചര്യം വിലയിരുത്തുന്നതിനുമായിട്ടാണ് യോഗം ചേരുന്നത്. രാവിലെ സംസ്ഥാന പോലീസ് മേധാവി SP-മാരുമായിട്ടും ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലും യോഗം ചേരും. രജനി, ശരി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് ചേരുകയാണ്. മുഖ്യമന്ത്രി വിളിച്ചതാണ്. ആഭ്യന്തര വിഷയങ്ങൾ, ക്രമസമാധാനമൊക്കെ ചർച്ചയാകും എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു രശ്മി കാർത്തിക. PV അൻവറിനെ UDF എടുക്കുന്നതിൽ കോൺഗ്രസിൽ ഭിന്നത. മുഖ്യമന്ത്രിക്കൊപ്പം നിന്ന് കോൺഗ്രസ് നേതാക്കളെ വേട്ടയാടിയത് മറക്കരുതെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. മലപ്പുറത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ വികാരം പരിഗണിക്കണമെന്നും ലീഗിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങരുതെന്നും അഭിപ്രായമുണ്ട്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹൻ ഒപ്പമുണ്ട്. പ്രജിത്ത്, PV അൻവർ UDF വരുന്നു എന്ന സൂചനകൾ, അത് കോൺഗ്രസ്സുകാരനായി തിരിച്ചു വരുമോ,
ലീഗിൻ്റെ ആശീർവാദത്തോടെ വരുമോ? അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ രാഷ്ട്രീയ ഉപരിതലത്തിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിൽ ഭിന്നതയുണ്ട്, അത് സ്വാഭാവികവുമാണ്. അൻവർ വന്നാൽ നിലമ്പൂർ സീറ്റിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ആര് മത്സരിക്കും? ആര്യാടൻ ഷൗക്കത്ത് എന്തു ചെയ്യും? അല്ലെങ്കിൽ മറ്റൊരാൾ അവിടേക്ക് കണ്ണു നട്ടുതിരിപ്പുണ്ടെങ്കിൽ അയാൾ എന്തു ചെയ്യും? അങ്ങനെ വലിയൊരു പ്രശ്നം അവിടെ ഉടലെടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ സീറ്റ് കൊടുക്കൂ എന്ന് പോലും കഴിഞ്ഞ ദിവസം ലീഗിനോട് കോൺഗ്രസിലെ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് നമ്മൾ കണ്ടതാണ്. ഏതായാലും മുഖ്യമന്ത്രിക്കൊപ്പം നിന്ന് കോൺഗ്രസ് നേതാക്കളെ തെറിവിളിച്ച, കുറ്റം പറഞ്ഞ, വേട്ടയാടിയ അൻവർ തിരിച്ചെത്താൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസിലെ ഒരു വിഭാഗം പറയുന്നത് എന്താണ്? വലിയ വിമർശനങ്ങൾ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ തന്നെ അൻവറിൻ്റെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട നിലവിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് ഒരു അഭിപ്രായം, ഒരു നിലപാട് അത് ഏകീകൃതമായി അത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് തിരുവനന്തപുരത്ത് KPCCയുടെ ഭാരവാഹി യോഗമൊക്കെ ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ ഈ വിഷയം എന്തായാലും ചർച്ചയാകും. അതോടൊപ്പം തന്നെ അൻവറും ഇന്ന് തലസ്ഥാനത്തുണ്ടാകും. എന്തായിരിക്കും ഈ യോഗത്തിലെ ഒരു അന്തിമ തീരുമാനം എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാത്തിരിക്കുന്നത്. കാരണം രണ്ട് തട്ടിലാണ് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും ഉള്ളത്. ഒന്ന് സതീശനെ അനുകൂലിക്കുന്നവരും അൻവറിനോട് കടുത്ത എതിർപ്പ് പുലർത്തുന്നതുമായ ഒരു വിഭാഗം നേതാക്കളുണ്ട്. ഇവർക്ക് അൻവറിന്റെ മുൻകാല ചെയ്തികൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രധാനമായും വിമർശിക്കുന്നത്. ഒന്ന് പ്രതിപക്ഷ നേതാവിനെതിരെ 100 കോടി രൂപയുടെ ആരോപണം ഉന്നയിച്ചത്, ചേലക്കരയിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയത്, രാഹുൽ ഗാന്ധിയെ വളരെ മോശമായ ഭാഷയിൽ അപമാനിച്ചത് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി വിഷയങ്ങൾ അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മറുപക്ഷത്ത് കെ സുധാകരനെ പോലെയുള്ള നേതാക്കൾ അവർക്കൊപ്പം അല്ലെങ്കിൽ അതിനൊപ്പം തന്നെ VD സതീശിന്റെ വിരുദ്ധരായി നിൽക്കുന്ന ചില നേതാക്കളൊക്കെ അൻവർ മുന്നണിയിലേക്ക് വരുന്നതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രിക്ക് എതിരെ ഇത്ര വലിയ പരാമർശങ്ങളൊക്കെ നടത്തിയ ഒരു നേതാവിന് ഒന്ന്, പിന്നെ അതിനോടൊപ്പം തന്നെ മലപ്പുറത്ത് അൻവറിനുള്ള നിർണായകമായ ഒരു സ്വാധീനം, മുസ്ലിം വോട്ട് ബാങ്കിനിടയിലുള്ള ഒരു സ്വാധീനം, ഇതെല്ലാം ചൂണ്ടിക്കാട്ടി ഈ നേതാക്കൾ അൻവർ വരുന്നതിനെ അനുകൂലിക്കുകയും ചെയ്യുന്നു. ഒപ്പം കെ സുധാകരന് അൻവറിനോടൊരു അടുത്ത സൗഹൃദമുണ്ട്. ഈ സൗഹൃദവും അൻവറിനെ കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ UDFിലേക്ക് എത്തിക്കുന്നതിൽ ഒരു അനുകൂല തീരുമാനമെടുക്കാൻ ഒരു ഭാഗം നേതാക്കളെ പ്രേരിപ്പിക്കുന്നത്. എന്തായാലും മുൻകാല വിഷയങ്ങൾ തന്നെയാണ് പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത്. അതുപോലെ കോൺഗ്രസ് അൻവറിനെതിരെ ഒരു സമരപാതയിലേക്ക് വരെ നീങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് തടയണ പ്രശ്നവും അനധികൃത സ്വത്ത് സമ്പാദനം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ നിയമസഭയിലും മറ്റുമെല്ലാം ഉന്നയിച്ച നേതാക്കൾ തന്നെയാണ് ഈ കോൺഗ്രസിൽ പലതും. അപ്പോൾ നിയമസഭയിൽ അൻവറുമായി നേരിട്ട് വാഗ്വാദവും ഏറ്റുമുട്ടലുകളും വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളെ എങ്ങനെ മുന്നണിയിലേക്ക് കൊണ്ടുവരുമെന്നുള്ളൊരു ചോദ്യം ഇവിടെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെയാണ് മലപ്പുറത്തും നിലമ്പൂരിലുമൊക്കെയുള്ള പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരവും ആര്യാടൻ ഷൗക്കത്തിനെ പോലെയുള്ള നേതാക്കളുടെ ഒരു നിലപാടൊക്കെ. ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി നിലമ്പൂർ സീറ്റ് കോൺഗ്രസ് ഏതാണ്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. അപ്പോഴാണ് ഇത്തരത്തിൽ അൻവറിൻ്റെ ഒരു എൻട്രിക്കുള്ള സാധ്യത നിലനിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെ പോലൊരു നേതാവിനെ പിണക്കിക്കൊണ്ട് അൻവറിന് ആ സീറ്റ് നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യം, അതിനുള്ള സാധ്യതകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കോൺഗ്രസ് വിശദമായി ചർച്ച ചെയ്യണമെന്ന് എല്ലാ വിഭാഗം നേതാക്കളും ആവശ്യപ്പെടുന്നു. അപ്പോൾ അൻവർ വരികയാണെങ്കിൽ ഏത് വിധത്തിലായിരിക്കും അൻവറിൻ്റെ UDF പ്രവേശനം എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് UDFിലെ ഒരു ഘടകകക്ഷിയായിട്ടാണോ അൻവർ വരാൻ പോകുന്നത്? അങ്ങനെയെങ്കിൽ അൻവർ ഇപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അൻവറിൻ്റെ DMK ഒരു സംഘടന മാത്രമാണ്. അപ്പോൾ അൻവർ പുതുതായി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് UDFിലേക്ക് വരുമോ, അതോ UDFിലെ ഏതെങ്കിലും ഒരു കക്ഷിയിൽ ചേർന്ന് പ്രവർത്തിച്ച് അത് അങ്ങനെ ഒരു പാർട്ടി പ്രവർത്തകരായി നിന്നുകൊണ്ട് UDFിൻ്റെ ഒരു ഭാഗമാകുമോ അൻവർ എന്നുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നു. അതോടൊപ്പം അൻവർ വരികയാണെങ്കിൽ ആ നഷ്ടം ആര് സഹിക്കണമെന്നുള്ള ചോദ്യമുണ്ട്. മലപ്പുറത്തെ 16ഓളം വരുന്ന സീറ്റുകളിൽ ഏതാണ്ട് 4 മാത്രമാണ് നിലവിൽ കോൺഗ്രസ് മത്സരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു സീറ്റ് കൂടി വിട്ടുകൊടുക്കുകയാണെങ്കിൽ കോൺഗ്രസിന് ആ ജില്ലയിലെ ഒരു പ്രാതിനിധ്യം അത് വീണ്ടും കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ആരാ നഷ്ടം വഹിക്കണം എന്നുള്ള ഒരു ചോദ്യം കൂടി കോൺഗ്രസിലെ ചില നേതാക്കൾ മുന്നിൽ വെക്കുന്നുണ്ട്. അതൊക്കെ ഈ ലീഗിൻ്റെ സമ്മർദ്ദതന്ത്രത്തിന് വഴങ്ങി നിലമ്പൂരിൽ മത്സരിക്കുന്ന അൻവറായി വരുമ്പോൾ ആ സീറ്റ് നഷ്ടം കോൺഗ്രസിനുണ്ടാകും. അങ്ങനെയൊന്നുമുള്ളൊരു സാഹചര്യം ഉണ്ടാക്കരുതെന്ന് ഒരു ഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെയാണ് ലീഗ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി UDFിൽ പുലർത്തുന്ന ഒരു സമ്മർദ്ദമുണ്ട്. മുന്നണിയിലെ ശക്തനാര് എന്നൊക്കെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ മുന്നണിയിൽ ആർക്കാണ് ഏറ്റവും പ്രബലർ എന്ന രീതിയിലുള്ള ഒരു ശക്തി പ്രകടനം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അങ്ങനെ ലീഗിൻ്റെ ഒരു സമ്മർദ്ദത്തിന് ഇക്കാര്യത്തിൽ വഴങ്ങരുത് എന്ന് പറയുന്ന നേതാക്കളുണ്ട്. കാരണം ഇനി വഴങ്ങിയാൽ ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുമ്പോൾ ലീഗ് കൂടുതൽ സീറ്റുകളെ ക്ലെയിം വെക്കാം, ഉപമുഖ്യമന്ത്രി സ്ഥാനം പോലെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ആവശ്യങ്ങളൊക്കെ കൂടുതലായി ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴൊക്കെ ഈ ക്ലെയിമുകളെല്ലാം അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നും ഒരു ഭാഗം നേതാക്കൾ പറയുന്നു. അങ്ങനെ പലവിധ വിഷയങ്ങൾ നിലനിൽക്കുന്നു.
പലവിധ രാഷ്ട്രീയ ഫോർമുലകൾ നിലനിൽക്കുന്നു. പക്ഷേ മുന്നണി വിപുലീകരണം അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി മുസ്ലിം ലീഗും ചില ഘടകകക്ഷികളെങ്കിലും കോൺഗ്രസിൽ സമ്മർദ്ദം ശക്തമാക്കുന്നുണ്ട്. മുന്നണി വിപുലീകരണം ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കരുതുന്ന നേതാക്കളുണ്ട്. അങ്ങനെ ഒട്ടനവധി രീതിയിലുള്ള ചർച്ചകൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിൽ ഇന്ന് ചേരുന്ന ഈ സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ, KPCC ഭാരവാഹി യോഗത്തിൽ ഒരുപക്ഷെ ഈ വിഷയം ചർച്ചയ്ക്ക് വരികയും ഒരു ഫോർമുല മുന്നോട്ട് വെക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. കൃഷ്ണരാജ്. ശരി, PV അൻവർ UDF-ലേക്ക് വരുന്നതിൽ കോൺഗ്രസിലാണ് ഭിന്നത. അൻവർ DMK ആണെന്ന് പറയുന്നു, ലീഗാണ് ഇതിന് മുൻകൈ എടുക്കുന്നത്. അപ്പോഴും അടി കോൺഗ്രസിലാണ് എന്ന് ഓർക്കണം. കാരണം സീറ്റ് കൈവിട്ടു പോകുമോ എന്ന ആശങ്കയാണ് അവർക്കുള്ളത്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ കൂടെ നിന്ന് കോൺഗ്രസ് നേതാക്കളെ അങ്ങേയറ്റം വിമർശിച്ച ഒരാൾ വളരെ പെട്ടെന്ന് UDF-ലേക്ക് വരുന്നത് എങ്ങനെ സ്വീകരിക്കേണ്ടതാണ് എന്ന ചർച്ചയാണ് ഒരു വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്. വിവരങ്ങൾ ഇനിയിപ്പോൾ ഈ ജനുവരി 17 ബജറ്റ് സമ്മേളനം തുടങ്ങുകയാണ്. അപ്പോൾ ഏത് തലത്തിലിരുന്നു കൊണ്ട്, ഏത് സൈഡിലിരുന്നു കൊണ്ടായിരിക്കും ഇനി ഏതായാലും മുഖ്യമന്ത്രിക്ക് വിരുദ്ധമായി തന്നെ ആയിരിക്കും അൻവർ സംസാരിക്കുക. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. വീട് വളഞ്ഞൊക്കെ വലിയൊരു ഷോ നടത്തി അറസ്റ്റ് ചെയ്തതാണല്ലോ, പിറ്റേന്ന് ഇറങ്ങി വരികയും ചെയ്തു. ഏതായാലും ഞാൻ പുറത്തു വന്നാൽ കാണിച്ചു തരാം എന്നായിരുന്നു അൻവർ എന്ന് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും എതിരെ പറയേണ്ടതൊക്കെ പറയും അൻവർ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പുത്തൻ പുലരി 1 മണിക്കൂർ കൃത്യം പിന്നിടുകയാണ്. അപ്പോൾ നമുക്ക് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ നോക്കാം. പ്രധാന വാർത്ത: തിരുപ്പതി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് 7 മരണം, നിരവധി പേർക്ക് പരുക്ക്. അപകടം വൈകുണ്ഠ ഏകാദശി ടോക്കൺ കൗണ്ടറിൽ. അന്വേഷണം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു. ദുഃഖം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി. ബോബി ചെമ്മണ്ണൂരിനെ വീണ്ടും വൈദ്യപരിശോധന നടത്തി. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കുറ്റബോധമില്ലെന്ന് പ്രതികരണം. വയനാട് DCC ട്രഷററുടെ ആത്മഹത്യയിൽ നടപടിയുമായി പോലീസ്. ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ച കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുക്കും. ബത്തേരി ബാങ്ക് നിയമന തട്ടിപ്പിൽ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. ആലുവയിൽ ഫ്ളാറ്റിന്റെ മുകളിൽ നിന്ന് വയോധിക ചാടി മരിച്ചു. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ഫ്ളാറ്റിന്റെ 7ാം നിലയിൽ നിന്നാണ് ചാടിയത്. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തു. മെക്സവനെതിരെ ചെറുവിരലനക്കാതെ പോലീസ്. ഗുരുതര ആരോപണമുണ്ടായിട്ടും അന്വേഷണമില്ല. രഹസ്യാന്വേഷണ ഏജൻസികളുടെ മുന്നറിയിപ്പിന് പുല്ലുവില. മുഖ്യമന്ത്രി വിളിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന്. ക്രമസമാധാന പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക്. അജണ്ടയിൽ ആഭ്യന്തര വിഷയങ്ങളും. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞ് സംസ്ഥാന സർക്കാർ. പരിഹരിക്കാൻ പ്ലാൻ ബി ഇല്ല. കോവിഡ് കാല സാമ്പത്തിക നിയന്ത്രണങ്ങൾ തുടരും. പിടിച്ചു നിൽക്കാൻ കൂടുതൽ വെട്ടിച്ചുരുക്കലുകൾ. ഇനി വയനാട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് DCC ട്രഷറർ NM വിജയൻ്റെ ആത്മഹത്യ, അതിന് പിന്നാലെ ഉണ്ടാകുന്ന സംഭവങ്ങൾ, കോൺഗ്രസ് ബെറ്റിലായിരിക്കുന്ന ഒരവസ്ഥ ഒക്കെ തന്നെയാണ്. എന്തായാലും കൂടുതൽ നടപടിക്ക് ഒരുങ്ങുക തന്നെയാണ് പോലീസ്. ഈ വിഷയത്തിൽ കത്തിൽ പരാമർശിച്ച കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയേക്കും. IC ബാലകൃഷ്ണനെതിരെയും കേസെടുക്കാൻ സാധ്യത. അതേസമയം ബത്തേരി ബാങ്ക് നിയമന തട്ടിപ്പിൽ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അമ്പലവയൽ സ്വദേശി ഷാജിയുടെ പരാതിയിലാണ് കേസ് എടുത്തത്. വിശദാംശങ്ങളുമായി അർജുൻ PS ഉണ്ട്. അർജുൻ, ഏതായാലും MN വിജയനെ ഇരയാക്കിക്കൊണ്ട് കോൺഗ്രസ് നേട്ടം കൊയ്തു എന്നുള്ളൊരു കാര്യം ഉറപ്പു തന്നെയാണ്. പ്രതിക്കൂട്ട് നിൽക്കുന്നതും കോൺഗ്രസ് തന്നെയാണ്. അതിനിടയിൽ വേഗത്തിലുള്ള നടപടികളുമായിട്ട് പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്നലെ KPCC ഉപസമിതി MN വിജയൻ്റെ വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ തന്നെ പഠിച്ചു എന്ന് പറയുമ്പോഴും എവിടെയാണ് നീതി MN വിജയൻ്റെ കുടുംബത്തിന്? തീർച്ചയായും രജനി, അത്തരത്തിൽ തന്നെയാണ്. ഇങ്ങനെ കഴിഞ്ഞ ദിവസം KPC ഉപസമിതി കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ NM വിജയന്റെ വീട്ടിലെത്തി ആ ബന്ധുക്കളെയൊക്കെ അനുനയിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മകനെ അടക്കം അനുനയിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ എത്തി ആ കുടുംബത്തെ അനുനയിച്ചത്. എന്നാൽ
പോലീസ് വീണ്ടും നടപടിയിലേക്ക് നീങ്ങുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ ഇത്ര നാളായിട്ടും ഈ കത്തിൽ വ്യക്തമായ ആളുകളുടെ പേരുണ്ടായിട്ടും ഇത്ര നാൾ എന്തുകൊണ്ട് എടുത്തു, അല്ലെങ്കിൽ കേസെടുക്കാൻ ഇത്ര കാലം എടുത്തു എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. ഇതിനാൽ തന്നെയും IC ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ DCC പ്രസിഡന്റ് ആയിരിക്കുന്ന, നിലവിൽ DCC പ്രസിഡന്റ് ആയിരിക്കുന്ന ND അപ്പച്ചൻ തുടങ്ങി നിരവധി പേരുടെ പേരുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ MLA IC ബാലകൃഷ്ണനെതിരെ അടക്കം കേസെടുക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ തന്നെയും ഒരു 1-2 ദിവസത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേസ് പോലീസ് കേസെടുക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് IC ബാലകൃഷ്ണൻ അടക്കം കേസെടുക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ കേസുള്ളത് മാനന്തവാടി കോടതിയിലാണ്. അത് ബത്തേരിയിലേക്ക് മാറ്റുവാനുള്ള ഒരു അപേക്ഷ കൂടി പോലീസ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനിടയ്ക്കാണ് ഒരു നിയമന തട്ടിപ്പ് കൂടി നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു പരാതി കൂടി, അതായത് ബത്തേരി ബാങ്കിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചു എന്ന തരത്തിലുള്ള മറ്റൊരു പരാതി കൂടി വരുന്നത്. അമ്പലവയൽ സ്വദേശി ഷാജിയുടെ പേരിലാണ് ഈ പരാതി ഉള്ളത്. അതായത് തന്റെ മകന് ജോലി വാഗ്ദാനം ചെയ്ത 3 ലക്ഷം വാങ്ങി എന്നുള്ളതാണ് ഷാജിയുടെ പരാതി. ആദ്യം 12 ലക്ഷം ചോദിച്ചു, പക്ഷെ താൻ നൽകിയത് 3 ലക്ഷം രൂപയാണ്. എന്നാൽ തന്നെയും ഇതുവരെയും അത്തരത്തിലുള്ള ഒരു നിയമനം ഉണ്ടായിട്ടില്ല എന്നുള്ളതടക്കമുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ തന്നെ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് 6-7 പരാതികൾ ഇപ്പോൾ തന്നെ വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം 2 പരാതികൾ വന്നിരുന്നു. അത് കൃത്യമായി തന്നെ നമ്മൾ പറഞ്ഞതാണ്. അങ്ങനെയെങ്കിൽ എത്ര പരാതികൾ ഇനിയും വരാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. ഈ IC ബാലകൃഷ്ണൻ അടക്കം ഇപ്പോഴത്തെ DCC പ്രസിഡന്റ് അടക്കം മുൻ DCC പ്രസിഡന്റുമാരടക്കം നിരവധി കോൺഗ്രസ് നേതാക്കളാണ് ഇതിൽ കുടുങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള ഒരു പരാതിയിൽ പ്രാദേശിക നേതാക്കൾ, ഒരു 3-4 പ്രാദേശിക നേതാക്കളുണ്ട്. ഇവർക്കെതിരെയൊക്കെ വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അതേ ആളുകൾക്കെതിരെയാണ് ഇന്നും ഇത്തരത്തിലുള്ള ഒരു കേസ് എടുത്തിട്ടുള്ളത്. DCC മുൻ ട്രഷറർ KK ഗോപിനാഥ്, CT ചന്ദ്രൻ, KM വർഗീസ്, അതായത് അവിടെയുള്ള പ്രാദേശിക നേതാക്കൾ അല്ലെങ്കിൽ ജില്ലാ നേതാക്കൾ അടക്കമുള്ളവർ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരുടെയൊക്കെ പേരുകൾ കഴിഞ്ഞ ദിവസവും ഈ നിയമന കോഴയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. എന്നാൽ തന്നെയും ഓരോ ദിവസവും ഈ നിയമനവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിസന്ധിയിലാവുകയാണ് കോൺഗ്രസ്. NM വിജയനെ സംബന്ധിച്ചിടത്തോളം, ആത്മഹത്യ സംബന്ധിച്ചിടത്തോളം കുടുംബത്തെ ഒന്ന് അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ആശ്വാസം കോൺഗ്രസിന് ഉണ്ടാകും എന്നിരിക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് വീണ്ടും പോലീസ് വരുന്നത്. അതായത് NM വിജയന്റെ ആത്മഹത്യയിൽ ഈ ആത്മഹത്യാക്കുറിപ്പിലുള്ള പേരുകൾ ഉള്ളവർക്കുള്ള നടപടിയിലേക്ക് പോലീസ് നീക്കുന്നു. ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടി തന്നെയാണ് എന്നുള്ളത് വേണം നമുക്ക് പറയാൻ. അത് ഏത് തരത്തിൽ ഇനി മുന്നോട്ട് പോകും എന്നുള്ളത് ആശ്രയിച്ച് വേണം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ. നേരത്തെ തന്നെ BJP ഇതിൽ വലിയൊരു ആക്ഷേപം ഉന്നയിച്ചിരുന്നു. കോൺഗ്രസ് അതുപോലെ തന്നെ CPM എന്ന് പറയുന്നത് കൂട്ടുകക്ഷികളായി പ്രവർത്തിക്കുകയാണ്. ഇവർ രണ്ടും ഒന്നിച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ പുരോഗതി ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതടക്കം BJP വലിയ ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ തന്നെയും ഇപ്പോൾ വിജിലൻസും പോലീസും സംയുക്തമായി ഈ കേസ് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിലും കൂടുതൽ പരാതികൾ ലഭിക്കുവാനുള്ള ഒരു സാധ്യതയുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ഇതിൽ പ്രധാനമായും നമ്മൾ നോക്കിക്കാണേണ്ടത്, ഇത്രയും ആരോപണങ്ങൾ വന്നിട്ടും ഇതുവരെയും സംഘടനാ തലത്തിൽ ഇവർക്കെതിരെ യാതൊരു വിധത്തിലുള്ള ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറെ കോൺഗ്രസുകാരെ അടക്കം, അതായത് ഒരു വിഭാഗം കോൺഗ്രസുകാരെയൊക്കെ അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇടയാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ അന്വേഷണ കമ്മീഷൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അന്വേഷണ കമ്മീഷൻ അടക്കം ഇവിടെ എത്തി ഈ കുടുംബത്തെയൊക്കെ കണ്ട് അനുനയിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇതുവരെയും ഇതിൽ ഉൾപ്പെട്ട ആളുകൾക്ക് തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ആത്മഹത്യ ചെയ്ത് തങ്ങളുടെ NM വിജയന്റെ കുടുംബത്തിനൊപ്പമാണ് എന്ന് പറയുമ്പോഴും എന്ത് നടപടിയാണ് ഈ നേതാക്കൾക്കെതിരെ കോൺഗ്രസ് എടുത്തു എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. കൃത്യമായ ചോദ്യം വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ PS. മെക്സവനെതിരെ അതീവ ഗുരുതര ആരോപണമുണ്ടായിട്ടും യാതൊരു അന്വേഷണവും നടത്താതെ കേരള പോലീസ്. രാജ്യത്തിന് തന്നെ വെല്ലുവിളി ഉയർത്തുന്ന തീവ്രവാദ ശക്തികൾ മെക്സവന് പിന്നിലുണ്ടെന്ന് CPMന്റെ പ്രമുഖ നേതാവ് തന്നെ പരസ്യമായി പറഞ്ഞിട്ടും യാതൊരു അന്വേഷണവും കേരള പോലീസ് നടത്തിയിട്ടില്ല. മാത്രമല്ല, മെക്സവന്റെ പ്രവർത്തനത്തെ ഏറെ ജാഗ്രതയോടെ കാണണമെന്ന് നേരത്തെ തന്നെ സംസ്ഥാന, അത് അടിവരായിട്ട് പറയണം, സംസ്ഥാനം എന്ന വാക്ക്, രഹസ്യാന്വേഷണ ഏജൻസികൾ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അതിനെ പൂർണ്ണമായും സംസ്ഥാന സർക്കാർ അവഗണിച്ചു. അതേസമയം വിവിധ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മെക്സവനെതിരെ സമഗ്ര അന്വേഷണമാണ് നടത്തുന്നത്. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ. അതിനു മുമ്പ് അന്നത്തെ പ്രതികരണം P. മോഹനൻ നടത്തിയ അന്നത്തെ പ്രതികരണം കേൾക്കാം. ഞങ്ങളുടെ ജില്ലയിൽ ഒരു 1-2 സ്ഥലത്ത് രാവിലെ ഒരു വാട്സപ്പ് കൂട്ടായ്മയൊക്കെ രൂപീകരിച്ച് ഇങ്ങനെ ഒരു പുതിയ സംഘം വന്നിരിക്കുന്നു. ഇങ്ങനെ ചിലയിടത്തൊക്കെ തുടങ്ങിയിരിക്കുന്നു. ആ കക്കോടി ഭാഗത്ത് ബാലുശ്ശേരിയൊക്കെ 2-3 കേന്ദ്രത്തിൽ ഇന്നലെ രാവിലെ സഖാക്കൾ
വിളിച്ചു പറഞ്ഞു, ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. ഗവേഷണം നടത്തി സൂക്ഷ്മമായിട്ട് നോക്കുമ്പോ ഈ വാട്സപ്പ് കൂട്ടായ്മ ഇതിന്റെയൊക്കെ അഡ്മിൻ കണ്ടുപിടിച്ച് തേടി നിങ്ങളെ ജില്ലയിൽ ഉടിക്കലേക്കാണ് എത്തിയത്. അപ്പൊ നോക്കുമ്പോ രണ്ടാളെ പറ്റി അന്വേഷിച്ച് നോക്കുമ്പോ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫണ്ടിന്റെ ആളുകളാണ്. ഇവരെഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത് ആരാ? ജമാഅത്തെ ഇസ്ലാമി. എന്നിട്ട് പറയാ നിങ്ങൾ ഫീസൊന്നും വേണ്ട, പരിശീലിപ്പിക്കാൻ ആദ്യം കുറച്ചാൾ വരും, ബാക്കി പിന്നെ നിങ്ങൾ അങ്ങ് നോക്കിയാൽ മതി, ഒരു 10 പൈസ ചെലവില്ല, തുറസായ സ്ഥലത്ത് പൊതു സ്ഥലത്ത്. അതെ, ജിമ്മും മറ്റതെല്ലായിട്ട് ഇവരെ ചെലവിൽ. സംഗതി എന്താണെന്നറിയോ? ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിന് മറയിടാനുള്ള ഒരു പരിവേഷം ഉണ്ടാക്കലാണ്. തീവ്രവാദികളെയും കൂട്ടിയിട്ടുള്ള ഏർപ്പാടാണ് ഇതെല്ലാം. ഇങ്ങനെ നാനാഭാഗത്തു നിന്നും ഇത്തരം ശക്തികളെല്ലാം വരുന്നു. ശരി, ആരോപണമുണ്ടായിട്ടും ഒരു തരത്തിലുള്ള അന്വേഷണവും മെക്സവന് എതിരെ നടക്കുന്നില്ല എന്നാണ്. അരുൺ കൊടുങ്ങൂർ ഒപ്പം ചേരുന്നുണ്ട്. അരുൺ, ഈ പി മോഹനൻ പറഞ്ഞതിൻ്റെ പിറ്റേന്ന് തിരുത്തി പേടിച്ചിട്ടാണോ എന്ന ചോദ്യം ഉയർന്നിരുന്നു. ഏതായാലും മെക്സവന് പിന്നിൽ തീവ്രവാദ ശക്തികൾ ഉണ്ടെന്ന് തന്നെയാണ് CPM നേതാവ് ജില്ലാ സെക്രട്ടറി കൂടിയായ പി മോഹനൻ അന്ന് പറഞ്ഞത്. പിന്നീട് തിരുത്തിയെങ്കിൽ പോലും സംസ്ഥാന കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ജാഗ്രത പുലർത്തണമെന്നാവശ്യപ്പെട്ടിട്ടും ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവ് തന്നെ ഭീകരപ്രവർത്തനങ്ങളുടെ കൂടാരമായി അത് മാറുന്നു എന്ന് സൂചിപ്പിച്ചിട്ടും എന്തുകൊണ്ട് പോലീസ് നടപടിയെടുത്തില്ല? കൃഷ്ണ, അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കേണ്ടത് ഒരു ചെറിയ ആരോപണമല്ല, ഒരു രാഷ്ട്രീയ പ്രസ്താവനയ്ക്ക് അപ്പുറത്തേക്ക് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ സ്വന്തം സഖാക്കൾ തന്നെ പരിശോധിച്ച് അവർ കൃത്യമായി തന്നെ ഇതിന്റെ മറുപടി നൽകി. അതിനുശേഷം ജില്ലാ സെക്രട്ടറി തന്നെ നേരിട്ട് അന്വേഷിച്ചപ്പോൾ കിട്ടിയ വസ്തുതകൾ അത് പരസ്യമായി തന്നെ പൊതുവേദിയിൽ തന്നെ പാർട്ടി വേദിയിൽ തന്നെ പ്രസംഗിച്ചതിന്റെ ഭാഗങ്ങളാണ് നമ്മൾ അല്പസമയങ്ങൾക്ക് മുമ്പ് കേട്ടത്. അതിൽ കൃത്യമായി തന്നെ പറയുന്നു മെക്സവന്റെ ഒരു ദുരൂഹത, മെക്സവന് പിന്നിൽ ആരൊക്കെയാണ്, മെക്സവന്റെ ഉദ്ദേശം എന്ത് എന്നുള്ളത് കൃത്യമായി തന്നെ അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. അത് കൃത്യമായി തന്നെ അന്വേഷിച്ചപ്പോഴാണ് നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ തന്നെയാണ്, സജീവ പ്രവർത്തകർ തന്നെയാണ്, നേതാക്കൾ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമായി മനസ്സിലായി എന്ന് അദ്ദേഹം വ്യക്തമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ വിവാദ വിഷയം, രാജ്യത്തിന് തന്നെ ഏറ്റവും വലിയ പ്രതിരോധം തീർക്കുന്ന, പ്രതിസന്ധി ഉണ്ടാക്കുന്ന അത്തരത്തിലുള്ള ഒരു വലിയ വിഷയത്തിൽ എന്തുകൊണ്ട് ഇതുവരെയും കേരള പോലീസ് ഇത്തരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ ചർച്ചകൾ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നടന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മെക്സവന്റെ പ്രവർത്തനം എന്തെന്നറിയാതെ ഒരുപാട് ആളുകൾ ഈ വ്യായാമത്തിന് വേണ്ടി, ശാരീരിക സൗഖ്യത്തിന് വേണ്ടി ഈ കൂട്ടായ്മയിലേക്ക് എത്തിയിരുന്നു. അത് അവരെ വിവിധ തരത്തിലുള്ള ആളുകളെ, സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള ആളുകളെ ചുരുങ്ങിയ കാലം കൊണ്ട് ശരവേഗത്തിന് വളർച്ചയിലെത്തിയ ഈ പ്രസ്ഥാനത്തിന് എത്തിക്കാൻ കഴിഞ്ഞത് ഇവരെയെല്ലാം തന്നെ ഒരു കുടക്കീഴിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം നടന്നു വരികയാണ്. ഈ പ്രവർത്തനം നടന്നു വരുന്നതിന് മുമ്പ് തന്നെ ഈ മെക്സവന്റെ പ്രവർത്തനത്തെക്കുറിച്ച് കൃത്യമായി ജാഗ്രതയോടെ തന്നെ കാണണമെന്ന് ആദ്യം കേന്ദ്ര ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകുന്നു. അതിനുശേഷം സംസ്ഥാന ഇന്റലിജൻസ് കൃത്യമായി തന്നെ മുന്നറിയിപ്പ് നൽകുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള ഇടപെടലും നടത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്നത് ഒരു വലിയ വാർത്തയായിരുന്നു, വലിയ വിവാദമായിരുന്നു. ഈ വിവാദം ഉണ്ടായ സമയത്തൊക്കെ തന്നെ വലിയ ചർച്ചയാകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനുശേഷവും ഇത്തരത്തിലുള്ള പരാതി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വിമർശനം അത് CPMന്റെ ഏറ്റവും പ്രമുഖമായ നേതാവാണ്, അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹം തന്നെ മുന്നോട്ട് വെച്ചിട്ട് പോലും ഒരു തരത്തിലുള്ള അന്വേഷണവും നടത്താൻ കേരള പോലീസ് തയ്യാറായില്ല. പക്ഷേ കേന്ദ്ര ഏജൻസികൾ ഈ വിഷയത്തെ ഏറെ ജാഗ്രതയോടെയാണ് കാണുന്നത്. കാരണം തീവ്രവാദികളുടെ വിളനിലമാണ് കേരളമെന്ന് കൃത്യമായി തന്നെ അവർക്കറിയാം. PFI നിരോധനത്തിന്റെ സമയത്തൊക്കെ തന്നെ അത്തരത്തിലുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയായിരുന്നു കേരളത്തിൽ നടത്തിയിരുന്നത്. അതിന് സമാനമായ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ, വിവരശേഖരണം, ഏതൊക്കെ തരത്തിലുള്ള ആളുകളാണ് ഈ ഒരു മെക്സവനുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഒരു വ്യായാമ കൂട്ടായ്മയിൽ പങ്കെടുത്തത്, എവിടെയൊക്കെ വെച്ചായിരുന്നു ഈ വ്യായാമ കൂട്ടായ്മകൾ നടത്തിയിരുന്നത്, എന്തൊക്കെയായിരുന്നു ഇതിന് പിന്നിലെ ഉദ്ദേശങ്ങൾ, അവരുടെ വിവരങ്ങളൊക്കെ തന്നെ കൃത്യമായി ശേഖരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം നടന്നു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഇത്തരത്തിലുള്ള
ഇത്തരത്തിലുള്ള ഏറ്റവും ഗൗരവകരമായ ഒരു വിഷയം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് കേരള പോലീസ് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്താതെ? സംസ്ഥാന ഇന്റലിജൻസ് പോലും കൃത്യമായി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ MEG-7 പ്രവർത്തനത്തെ കൃത്യമായി തന്നെ നിരീക്ഷിക്കണം, അത് കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കണം എന്നുള്ള കാര്യങ്ങൾ കേരള പോലീസിന് കൃത്യമായ ഒരു വിവരം നൽകിയിരുന്നു. പക്ഷേ എന്നിട്ട് പോലും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ പി മോഹനൻ മലക്കം മറിഞ്ഞിരുന്നു. അത് വലിയൊരു രാഷ്ട്രീയ സമ്മർദ്ദമാണ് ആ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. ഇത്രയും ഗൗരവകരമായ ഒരു ആരോപണത്തിന്റെ പേരിൽ ആരോപണം മുന്നോട്ട് വെക്കുമ്പോൾ മറ്റൊരു നേതാക്കൾ പോലും ഈ പി മോഹനെ ഒപ്പം നിന്ന് അല്ലെങ്കിൽ പി മോഹന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചിരുന്നില്ല. പക്ഷേ മലക്കം മറിയുന്ന ഒരു അവസ്ഥയിലേക്ക് പി മോഹനൻ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ സമയത്ത് MEG-7 ഒരു പ്രതിരോധം അല്ലെങ്കിൽ ഈ ഒരു ആരോപണത്തെ അവർ പ്രതിരോധിച്ചത് ഈ മന്ത്രിയായ പി മുഹമ്മദ് റിയാസിന്റെ ആശംസാ പത്രം അല്ലെങ്കിൽ മംഗളപത്രം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ്. പി മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആളുകൾ തങ്ങൾക്ക് കലവറയില്ലാത്ത പിന്തുണയാണ് നൽകുന്നത്, പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം പി മോഹൻ ഉന്നയിക്കുന്നുള്ള ഒരു ആരോപണമായിരുന്നു തിരിച്ച് അവർ പറയുകയും ചെയ്തിരിക്കുക. അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ തന്നെ ഇതിന്റെ പേരിലുണ്ടായി. അതിനുശേഷം പി മോഹനൻ തന്റെ നിലപാട് മാറ്റി ഈ വിവാദത്തിൽ തലകൂരി മലക്കം മറിഞ്ഞുകൊണ്ട് പോയിരുന്നു. പക്ഷേ ഈ ഒരു വിഷയം ഏറ്റവും ഗൗരവകരമാണ്, സമൂഹത്തിന് മുന്നിൽ വലിയ ചർച്ചയായ വിഷയമാണ്. അതോടൊപ്പം തന്നെ ആശങ്കയോടെ ഇടപെട്ട് ചോദിച്ചോട്ടെ, അതായത് ഈ വിഷയത്തിൽ പി മോഹനൻ പറഞ്ഞത് പിറ്റേന്ന് തിരുത്തിയപ്പോൾ തന്നെ വ്യക്തമായിരുന്നില്ലേ ഈ കേസ് പോലീസ് കാര്യമായി എടുക്കാൻ പോകുന്നില്ലെന്ന്, ഗൗരവമേറിയ അന്വേഷണം ഉണ്ടാകില്ലെന്ന്? തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വിഷയത്തിൽ ആരോപണമായി പി മോഹനൻ മുന്നോട്ട് വന്നപ്പോൾ മുഹമ്മദ് റിയാസിന്റെ ആശംസാ പത്രം അല്ലെങ്കിൽ മംഗളപത്രം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അത് പ്രതിരോധിച്ചത്. അത് PM മുഹമ്മദ് റിയാസ് മാത്രമല്ല, ഇടതു വലതു മുന്നണികളുടെ പ്രമുഖ നേതാക്കൾ ഈ MEG-7 വ്യായാമ കൂട്ടായ്മയിൽ പങ്കെടുത്തുകൊണ്ട് ഇവർക്ക് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തുകൊണ്ട് ആ ഒരു വിവാദം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മുന്നോട്ട് വന്നിരുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വിവാദം ഉണ്ടായതിനു ശേഷവും ഇവർക്ക് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴും അവർക്ക് പൂർണ്ണ പിന്തുണ നൽകേണ്ട ഒരു അവസ്ഥയിലേക്ക് തന്നെ ഇടതു വലതു മുന്നണി നേതാക്കൾ വന്നിരുന്നു. എന്തായാലും ഇതിലൊരു വലിയ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട്, ഒരു രാഷ്ട്രീയ തന്ത്രമുണ്ട്. ആ ഒരു തന്ത്രത്തിനൊപ്പം തന്നെ നിൽക്കാൻ മാത്രമായിരിക്കും സംസ്ഥാന സർക്കാരിന് കഴിയുക. ഈ ഒരു കേവലം ഈ വിഷയത്തിൽ മാത്രമല്ല, സമാനമായ പല വിഷയങ്ങളിലും നമുക്കറിയാം PFI നിരോധനത്തിന്റെ സമയത്തൊക്കെ കേരളത്തിലുണ്ടായ ഒരു പ്രതിഷേധം എത്ര വലിയ പ്രതിഷേധമായിരുന്നു. രാജ്യത്തിന് ദ്രോഹകരമായ നടപടിയെടുക്കുന്ന, രാജ്യത്തിന് അപകടകരമായ അവസ്ഥയിലേക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു സംഘടനയെ നിരോധിച്ചപ്പോൾ അതിനെതിരെയുള്ള ഒരു പ്രതിഷേധങ്ങൾ അത് കേരളത്തിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തീവ്രവാദികളുടെ വിളനിലമാണ് കേരളം. അതുകൊണ്ട് തന്നെ ഓരോ മേഖലകളിലേക്കും ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനുള്ള അതിതീവ്രമായുള്ള രഹസ്യമായുള്ള നീക്കങ്ങൾ നടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ തന്നെ ഏറെ ജാഗ്രതയോടെ തന്നെയാണ് ഈ ദേശീയ അന്വേഷണ ഏജൻസികൾ കാണുമ്പോൾ. അതിനെ നിസാരവൽക്കരിച്ചുകൊണ്ട് കേവലം ഒരു രാഷ്ട്രീയ പ്രസംഗത്തിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഒരു പ്രസംഗത്തിനപ്പുറത്തേക്കുള്ള ഒരു ഇടപെടലും നടത്താതെ ആ ഒരു വിഷയം എങ്ങനെയും ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് തന്നെ പോലീസ് പോയിരുന്നു. ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. ആ ഒരു അന്വേഷണം എങ്ങും എത്താതെ അല്ലെങ്കിൽ ഒരു അന്വേഷിക്കാൻ പോലും തയ്യാറാകാതെ കേവലം ഒരു പ്രസംഗത്തിനപ്പുറത്തേക്കുള്ള ഒരു ഇടപെടലും പോലീസിന് നടത്താൻ കഴിഞ്ഞിട്ടില്ല. അത് വലിയൊരു സമ്മർദ്ദം മുകളിൽ നിന്നുണ്ട്. ജില്ലാ സെക്രട്ടറിക്ക് തന്നെ അതുകൊണ്ടാണല്ലോ ഈ നിലപാട് തിരുത്തേണ്ടി വന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടും അങ്ങനെ ഒരു ഗുരുതര ആരോപണം ഉന്നയിച്ചത് പാർട്ടി, സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ടും കേന്ദ്ര സംസ്ഥാന ഇന്റലിജൻസുകളുടെ മുന്നറിയിപ്പുണ്ടായിട്ടും MEG-7 എന്ന കൺസെപ്റ്റിനെതിരെ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്തെന്ന് അന്വേഷിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്ന വാർത്തയാണ് അരുൺ കൊടുങ്ങൂർ നൽകിയത്. ആലുവയിൽ വയോധിക ഫ്ളാറ്റിന്റെ മുകളിൽ നിന്ന് ചാടി മരിച്ചു. 71 വയസ്സുള്ള ശാന്താമണിയമ്മയാണ് മരിച്ചത്. ആലുവ ബാങ്ക് ജംഗ്ഷന് സമീപമുള്ള ഫ്ളാറ്റിന്റെ 7ാം നിലയിൽ നിന്നാണ് ചാടിയത്. സുധീഷ് ഗോപാലുണ്ട്. സുധീഷ്, എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? പോലീസ് എന്താണ് പറയുന്നത്? ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് മൃതദേഹം കാണപ്പെട്ടത്. ഇത് ഫ്ളാറ്റിന്റെ താഴെ
മരിച്ച നിലയിൽ ശാന്താമണിയമ്മയെ കാണുകയായിരുന്നു. ഇവർ ഈ ഫ്ളാറ്റിലെ 7ാം നിലയിൽ നിന്ന് ചാടി മരിച്ചതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. അവിടെ കസേര ഇട്ട് അവിടുത്തെ വിൻഡോയിൽ നിന്നും ചാടുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ആത്മഹത്യാക്കുറിപ്പും കണ്ടെടുത്തിട്ടുണ്ട്. ഇവർ ഏറെ നാളായി വിഷാദ രോഗത്തിന് അടിമയായിരുന്നു എന്നതാണ് പറയുന്നത്. മകൾ ഒരു അധ്യാപികയാണ്. ഈ രാത്രിയിൽ പുറത്തിറങ്ങി ഈ 7ാം നിലയിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തതായിട്ടാണ് പോലീസ് പറയുന്നത്. 71 വയസ്സായിരുന്നു ശാന്താമണിയമ്മയ്ക്ക്. രജനി. ശരി, വയോധിക 7ാമത്തെ നിലയിൽ നിന്ന് ഫ്ലാറ്റിൽ നിന്ന് ചാടി ജീവനൊടുക്കുന്നു. ആത്മഹത്യാക്കുറിപ്പ് പോലീസിന് കിട്ടിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ. ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് ഒരു പ്രധാന വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾ 4 പ്രതികളുടെ വധശിക്ഷ അത് സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത. ഇന്ന് ഈ CPM നേതാക്കൾ പുറത്ത് ഇറങ്ങും. പ്രതികളായ CPM നേതാക്കൾ പുറത്തിറങ്ങും. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കമുള്ളവരാണ് പുറത്തിറങ്ങുന്നത്. നേതാക്കൾക്ക് വലിയ സ്വീകരണം നൽകാനാണ് CPM നേതൃത്വത്തിൻ്റെ തീരുമാനം. കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ രാവിലെ ജയിലിന് മുന്നിൽ എത്തിയിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ ശരി, മിഥുൻ പിള്ളയാണ് ഒപ്പം ചേരുന്നത്. മിഥുൻ, ഈ പ്രതികളെ ഈ വിധി സ്റ്റേ ചെയ്തിട്ടേ ഉള്ളൂ. പ്രതികൾ കുറ്റവിമുക്തരാണെന്ന് കോടതി പറഞ്ഞിട്ടില്ല. അപ്പോഴേക്കും വീരപരിവേഷം നൽകി സ്വീകരിക്കാനാണ് CPM. ഇന്നലെ ശ്രീമതി ടീച്ചറും അതുപോലെ തന്നെ PP ദിവ്യയും ജയിലിലെത്തി കണ്ടിരുന്നു ഈ പ്രതികളെ. അപ്പോൾ ഇന്നും അതേപോലുള്ള ഒരു സ്വീകരണം നൽകാൻ തന്നെയാണ് CPMന്റെ തീരുമാനം, അല്ലേ മിഥുൻ? തീർച്ചയായും രജനി, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ കൊലക്കേസ് പ്രതികൾക്കൊരു വീരപരിവേഷം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് CPMന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണം തന്നെയാണ് ഇന്നിപ്പോൾ ഈ ഒരു ഹൈക്കോടതി ഈ ഒരു പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ വിധി സ്റ്റേ ചെയ്തതിന് തൊട്ട് പിന്നാലെ ഇന്ന് ഈ 4 പ്രതികൾ, അതായത് 5 വർഷം ശിക്ഷ ലഭിച്ച CPM നേതാക്കളായ 4 പ്രതികൾ ഇന്ന് പുറത്തിറങ്ങുമെന്നൊരു വിവരമാണ് വരുന്നത്. അതിൽ ഈ റിലീസിംഗ് ഓർഡറുമായി CPMന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. CPMന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയായ MV ബാലകൃഷ്ണനും അതുപോലെ തന്നെ CPMന്റെ സംസ്ഥാന സമിതി അംഗമായ KP സതീഷ് ചന്ദ്രനും അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ കാസർഗോഡ് നിന്നുള്ള നിരവധി പ്രാദേശിക നേതാക്കളും അതുപോലെ തന്നെ പ്രവർത്തകരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇതിൽ തന്നെ നമുക്കറിയാം ഈ പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ 5 വർഷം ശിക്ഷ ലഭിച്ച CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ, CPMന്റെ ഏരിയ സെക്രട്ടറി K മണികണ്ഠൻ, രാഘവൻ വെളുത്തോളി, MK ഭാസ്കരൻ എന്നിവരാണിപ്പോൾ അല്പസമയത്തിനകം തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുക. നേരത്തെ ഇവർക്ക് കാഞ്ഞങ്ങാട് അടക്കം വലിയൊരു സ്വീകരണം തീരുമാനിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാലും ഈ പോലീസിന്റെ അനുമതി ഇല്ലാത്തതിനെ തുടർന്ന് ആ പരിപാടി റദ്ദ് ചെയ്തിട്ടുണ്ടോ എന്നും ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കി ഈ 4 പേരും പുറത്തിറങ്ങും. അവർക്കൊരു സ്വീകരണം നൽകുക, അവരെ സ്വീകരിച്ച് കാസർഗോഡ് ജില്ലയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ CPMന്റെ നേതാക്കളൊക്കെ തന്നെ കണ്ണൂർ ജില്ലയിൽ എത്തിയിട്ടുള്ളത് എന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. സാധാരണഗതിയിൽ ഈ ഇത്തരത്തിൽ കൊലപാതക കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട ആളുകൾക്ക് എന്തിനാണ് ഈ വീരപരിവേഷം നൽകുന്നതൊരു ചോദ്യം തന്നെയാണ് ഉയരുന്നത്. ആ നേതാക്കന്മാരായതുകൊണ്ട് തന്നെ അവരെ കൈവിടാൻ സാധിക്കില്ല എന്നൊരു നിലപാട് CPMനെ സംബന്ധിച്ചുണ്ട്. ആ ഒരു നിലപാടിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ പ്രതികളെ സ്വീകരിച്ച് ആനയിക്കാനായി രാഷ്ട്രീയമായി CPMന് നേരിടേണ്ടി വന്ന വലിയൊരു പ്രതിസന്ധി ഉണ്ടല്ലോ പെരിയ കൊലക്കേസിൽ. ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്യുമ്പോൾ ആ അവസരം കൃത്യമായി ഉപയോഗപ്പെടുത്താൻ വലിയ സ്വീകരണമൊരുക്കുന്നു. ഞങ്ങളത് ചെയ്തിട്ടില്ല എന്ന് കുറച്ചു കാലത്തേക്കെങ്കിലും ഓർമ്മിപ്പിക്കാൻ, അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകളെങ്കിലും അതിങ്ങനെ സജീവമാക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് ഈ സ്വീകരണം, അല്ലേ? തീർച്ചയായും അതുതന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കൃഷ്ണരാജ്. കാരണം ഈ നേതാക്കളെ ഇവർ പൊതുവെ ഇത്തരം കേസുകളിൽപ്പെട്ട ആളുകളെ കൈവിട്ട് കഴിഞ്ഞാൽ, നേരത്തെ CPMന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ആയ MV ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസങ്ങളിൽ
പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ കേസുകളിൽ പ്രതിയായ ആളുകളെ പാർട്ടി തഴഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയിൽ ആളില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകില്ലേ എന്നൊരു ചോദ്യമാണ് കഴിഞ്ഞ ദിവസം ചോദിച്ചത്. അത്തരത്തിൽ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഈ നേതാക്കളെ സ്വീകരിക്കാനായി ഇത്തരത്തിൽ പാർട്ടിയുടെ നേതാക്കൾ തന്നെ കണ്ണൂർ ജില്ലയിൽ എത്തിയിരിക്കുന്നത് എന്നാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. നമുക്കറിയാം ഇവരെ ഈ ശിക്ഷ വിധിച്ചതിന് ശേഷം CBI കോടതി ശിക്ഷ വിധിച്ചതിന് ശേഷം കൊച്ചിയിൽ നിന്ന് നേരെ കണ്ണൂരേക്ക് കൊണ്ടുവന്ന സമയത്ത് പോലും നമുക്കറിയാം കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ ഇവരെ സ്വീകരിച്ച് ആനയിക്കാനുമായി വലിയൊരു സംഘമെത്തിയിരുന്നു. ഇവിടെ മുദ്രാവാക്യം വിളികളോടുകൂടിയാണ് ഈ CPM KV കുഞ്ഞിരാമൻ അടക്കമുള്ള CPM നേതാക്കളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചത്. അത്തരമൊരു സാഹചര്യം തന്നെയായിരിക്കും ഇന്നും ഉണ്ടായിരിക്കുക എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അത്തരത്തിലാണ് CPMന്റെ പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. ഒരു സ്വീകരണത്തോടു കൂടി തന്നെ കാസർഗോഡ് ജില്ലയിലേക്ക് ഇവരെ കൊണ്ടുപോകാനുള്ളൊരു തീരുമാനം തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കൃഷ്ണരാജ്. മിഥുൻ, 4 പേർ ഹൈക്കോടതി സ്റ്റേക്ക് പിന്നാലെ പുറത്തു വരുന്നു. അവിടെ ഇപ്പോൾ ജില്ലാ സെക്രട്ടറി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. മറ്റേതൊക്കെ നേതാക്കൾ? കൃഷ്ണരാജ്, CPMന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയായ MV ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ CPMന്റെ സംസ്ഥാന സമിതി അംഗമായ KP സതീശ്ചന്ദ്രൻ, അദ്ദേഹം മുൻ MLA കൂടിയാണ്. കഴിഞ്ഞ മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിൽ നിന്നുള്ള LDFന്റെ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു. മാത്രമല്ല CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ഇവിടത്തേക്ക് എത്തുന്നതാണ്. ഈ ഹൈക്കോടതിയിൽ നിന്നുള്ള ഓർഡർ, റിലീസിംഗ് ഓർഡർ അല്പസമയത്തിനകം തന്നെ ഇദ്ദേഹത്തിനാണ് ഇവിടെ കൈമാറി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വളരെ വേഗത്തിൽ തന്നെ ഈ 4 പ്രതികളും പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്കറിയാം KV കുഞ്ഞിരാമൻ, അതുപോലെ തന്നെ CPMന്റെ ഏരിയ സെക്രട്ടറിയായ K മണികണ്ഠൻ, രാഘവൻ വെളുത്തോളി, MK ഭാസ്കരൻ എന്നിവരാണ് ഇപ്പോൾ ഇവിടെ ഈ 5 വർഷം ശിക്ഷ അനുഭവിച്ച് ജയിലിലുള്ളത്. ഇവരൊക്കെ തന്നെ ഈ 5 പേരുടെ ശിക്ഷയാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ പ്രതികളൊക്കെ തന്നെ, ഈ 4 പ്രതികളും ജയിലിന് പുറത്തിറങ്ങാനുള്ളൊരു സാധ്യത തന്നെയാണ് തെളിയുന്നത്. അല്പസമയത്തിനകം തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇത് കൈമാറുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ റിലീസിംഗ് ഓർഡർ ഈ നേതാക്കളുടെ കൈവശമുണ്ട്, CPM നേതാക്കളുടെ കൈവശമുണ്ട്. ആ റിലീസിംഗ് ഓർഡർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന് കൈമാറി കഴിഞ്ഞാൽ ഉടൻ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് തന്നെ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ 4 പ്രതികളും ജയിലിന് പുറത്തേക്ക് ഇറങ്ങും. അവർക്ക് വലിയൊരു സ്വീകരണം നൽകി കാസർഗോഡ് ജില്ലയിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് CPMന്റെ തീരുമാനം. കൃഷ്ണരാജ്. ശരി, പെരിയ ഇരട്ടക്കൊലക്കേസിൽ ഹൈക്കോടതിയുടെ സ്റ്റേക്ക് പിന്നാലെ പ്രതികളായ 4 CPM പ്രവർത്തകർ ഉടൻ പുറത്തിറങ്ങും. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കമുള്ളവർ അവിടെയുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ പിള്ള. പുറത്തിറങ്ങുന്ന മുറയ്ക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് വരേണ്ടതുമുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ പിള്ള. നേരത്തെ കടുവ ഇറങ്ങിയ വാർത്ത നാട്ടുകാർ പറയുന്നു കടുവയാണെന്ന്. ഏതായാലും ഒരു വന്യജീവി വയനാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് മൂന്നാറിലേക്ക് പോകാം. രജനി. ജനവാസ മേഖലയിൽ വീണ്ടും പടയപ്പ എത്തിയിരിക്കുന്നു. നയമക്കാട് എസ്റ്റേറ്റിലാണ് പടയപ്പ വന്നത്. പശുവിന് നേരെ പാഞ്ഞെടുക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി കാട്ടാന ജനവാസ മേഖലയിൽ തുടരുകയാണ്. സുബിൻ K തോമസ് ചേരുന്നുണ്ട്. സുബിൻ, വീണ്ടും പടയപ്പ എത്തി പശുവിന് നേരെ പാഞ്ഞെടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജീവിക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥ തന്നെയാണ് മൂന്നാറിലെ ജനങ്ങൾക്കും ഉള്ളത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി കാട്ടാന ജനവാസ മേഖലയിലുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇത്തരത്തിൽ ഈ ഒരു തോട്ടം മേഖലയിലൂടെ ആന ചുറ്റിത്തിരിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നലെയോടുകൂടി ഇത്തരത്തിൽ ആന വീണ്ടും അക്രമ സ്വഭാവം എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പശുവിന് നേരെ പാഞ്ഞെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഈ ആളുകളെയോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളെയോ കണ്ടാൽ ഇത്തരത്തിൽ ആന തുരത്തി ഓടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ നയമക്കാട് എസ്റ്റേറ്റിലാണ് നിലവിൽ ഇപ്പോൾ പടയപ്പയുള്ളത്. ഈ മേഖല തോട്ടം മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ പകൽ സമയത്ത് ഈ തോട്ടം തൊഴിലാളികളെല്ലാം തന്നെ ഈ തോട്ടത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ഈ പൊടുന്നനെ ആന പെട്ടെന്ന് ഈ അക്രമ സ്വഭാവം എടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആളുകളും ഭയങ്കര ഭീതിയിലാണ്. അതുകൊണ്ട് ഈ ആനയെ തുരത്താനല്ലോ ഇവിടുന്ന് തുരത്താനുള്ള നടപടി വേണമെന്നുള്ള ആവശ്യം അവർ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. അത് വർഷങ്ങളായി മുമ്പോട്ട് വയ്ക്കുന്ന ആവശ്യമാണ്. പക്ഷേ ഇതുവരെ അതിൽ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല. ആനയെ ഈ ജനവാസ മേഖലയിൽ നിന്ന് തുരത്താനോ നിരീക്ഷിക്കാനോ വേണ്ടുന്ന ഒരു ഇടപെടൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരു ആരോപണമായി ഉയർന്നു വരുന്നത്. ശരി, എന്തിനാണ് ഇങ്ങനെ ഒരു വനം വകുപ്പ് എന്ന്
ഇപ്പോൾ സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലെയും ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം അത്രയധികം അക്രമങ്ങൾ അല്ലെങ്കിൽ ഈ ഭീതി വിതച്ചുകൊണ്ട് വന്യജീവികളുടെ ആക്രമണം കൂടുതലാകുന്നു. നാട്ടുകാർ പരാതിയുമായി രംഗത്ത് വരുന്നു. വിവരങ്ങൾ നൽകിയത് സുബിൻ കെ തോമസ്. ശരി, നമുക്കിനി രാജ്യാന്തരത്തിലേക്ക് പോകാം. തിരുപ്പതി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് 6 പേർ മരിച്ചു എന്ന വാർത്തയാണ് അടുത്തത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വൈകുണ്ഠ ഏകാദശി ടോക്കൺ വിതരണത്തിനിടെയായിരുന്നു അപകടം. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. അപകടത്തിൽപ്പെട്ടവർക്ക് ആന്ധ്ര സർക്കാരിൻ്റെ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഇന്ന് തിരുപ്പതിയിലെത്തും. അതേസമയം സംഭവത്തിൽ തിരുമല തിരുപ്പതി ദേവസ്ഥാനം വിശദീകരണം നൽകി. ക്യൂവിലുണ്ടായിരുന്ന സ്ത്രീക്ക് ശ്വാസതടസ്സമുണ്ടായതിനെ തുടർന്ന് പുറത്തെത്തിക്കാൻ നടത്തിയ ശ്രമത്തിനിടെ തിരക്ക് ഉണ്ടാവുകയായിരുന്നു എന്നാണ് വിശദീകരണം. വിവരങ്ങളുമായി ഐസൻ ജോസും പ്രശാന്ത് ശങ്കരമംഗലത്തും ഒപ്പം ചേരുന്നു. ഐസൻ, ആദ്യം എന്താണ് സംഭവിച്ചത് എന്ന്? കൃഷ്ണരാജ്, ഈ വൈകുണ്ഠ ഏകാദശിയുമായി ബന്ധപ്പെട്ട് വലിയ തിരക്ക് തിരുപ്പതി ക്ഷേത്രത്തിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വൻതോതിലുള്ളൊരു തിരക്കാണ് അവിടെ ഉണ്ടായത്. ഒരു പ്രത്യേക ഇടനാഴിയിലൂടെ അല്ലെങ്കിൽ പ്രത്യേക പ്രവേശന കവാടത്തിലൂടെ ദർശനം നടത്തുന്നതിനുള്ള ഒരു ചടങ്ങുണ്ട് അവിടെ. അത്തരത്തിലൊരു നീക്കമുണ്ട്. അതിൻ്റെ ഭാഗമായി ആ ചെറിയ ഇടനാഴിയിലൂടെ കടക്കുന്നതിന് വേണ്ടി വലിയൊരു തിരക്ക് 4000-ഓളം ഭക്തരുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വലിയൊരു തിരക്ക് അവിടെ ഉണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സുരക്ഷാ ചുമതലയുള്ള ഒരു ഒരു DSP എന്നാണ് ഇപ്പോൾ നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നത്. അദ്ദേഹം വളരെ കൃത്യമായി ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തന്നെ അനൗദ്യോഗികമായി പറയുകയും ചെയ്തിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ച പറ്റിയെന്ന് അനൗദ്യോഗികമായി മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ആ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ വലിയൊരു വീഴ്ചയുണ്ടായി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതുതന്നെയാണ് ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ കാണാനും സാധിക്കുന്നത്. അതീവ ഗുരുതരാവസ്ഥയിലെത്തിയ ഒരാളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കത്തിനിടെ, അതായത് ക്യൂവിൻ്റെ ഫ്ലോയ്ക്ക് നേരെ എതിരായ ഒരു ഫ്ലോ വന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്നുണ്ടായ ഒരു തിരക്കിലും പെട്ടാണ് ഈ വലിയൊരു അപകടത്തിലേക്ക് എത്തിയത് എന്നാണ് പോലീസിൻ്റെ വിശദീകരണമെങ്കിലും അത് എത്ര കണ്ട് വസ്തുതാപരമാണ് എന്ന് കൃത്യമായി അറിയേണ്ടതുണ്ട്. എന്തുതന്നെയായാലും ഈ അപകടത്തിൽ 7ഓളം പേർ മരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. മാത്രമല്ല സ്ത്രീകളുണ്ട് എന്ന വിവരങ്ങളെല്ലാം തന്നെ ലഭ്യമാകുന്നുണ്ട്. 30ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇന്ന് ഈ അപകടത്തിൽപ്പെട്ടവരെ സന്ദർശിക്കുമെന്നും അറിയുന്നുണ്ട്. അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളെല്ലാം പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ സഹായധനം പ്രഖ്യാപിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഇതിന് പുറകെ നടക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. നമുക്കറിയാവുന്നതാണ്, ഏകാദശി ദർശനത്തിന് വേണ്ടി ടോക്കൺ എടുക്കുന്നിടത്താണ് വലിയൊരു തിക്കും തിരക്കും ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഇത്രയും തിരക്ക് വരുന്നൊരു സാഹചര്യത്തിൽ അത് മാനേജ് ചെയ്യുന്നതിനുള്ള കുറെ കൂടി കാര്യക്ഷമമായ ഒരു ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ലെന്ന വിമർശനവും ഇപ്പോൾ രൂക്ഷമായി ഉണ്ടാകുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നിലവിലെ സാഹചര്യത്തിൽ ഈ മരണസംഖ്യ ഉയരാനുള്ള സാധ്യത അത്ര ഗൗരവമായി ഇല്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം നമുക്കറിയാവുന്നതാണ്, ഇന്നലെ ഏതാണ്ട് വൈകുന്നേരം ഒരു 9 മണിയൊക്കെ കൂടിയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയും അതീവ ഗുരുതരമായി പരിക്കേറ്റവരുടെ എല്ലാം തന്നെ ഒരു സ്റ്റേബിൾ കണ്ടീഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നതിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് മെഡിക്കൽ വിഭാഗങ്ങളെല്ലാം തന്നെ അറിയിക്കുന്നത്. മാത്രമല്ല അടിയന്തരമായി ചില രക്ഷാപ്രവർത്തനങ്ങളൊക്കെ അവിടെ തന്നെ നൽകാൻ സാധിച്ചതും മരണനിരക്ക് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഒരു ദുരന്ത പ്രതിരോധത്തിൻ്റെ ഭാഗമായി നടത്തിയ നടപടികൾ കാര്യക്ഷമമായി, വൈദ്യസഹായപരമായ നടപടികൾ കാര്യക്ഷമമായി നടന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ നിലവിൽ സാധിക്കുന്നത്. അപകടത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ കൂടി അപകടത്തിൽ ചില അനാസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അക്കാര്യം വിശദമായി പരിശോധിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ബന്ധപ്പെട്ടവരെല്ലാം തന്നെ ശരി. എന്തായാലും പ്രശാന്ത് ശങ്കരമംഗലത്തോട് ചേർന്നുണ്ട്. പ്രശാന്ത്, അതീവ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തന്നെ ഉണ്ടായത്. ഈ തിരുപ്പതി ക്ഷേത്രത്തിൽ ഭക്തജന തിരക്ക് കൂടുകയും അതിന് പിന്നാലെ 6 മരണം തിക്കിലും തിരക്കിലും പെട്ട് ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ ക്ഷേത്ര ഭരണസമിതി തന്നെ വിശദീകരണമൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. ക്യൂവിലുണ്ടായ സ്ത്രീക്ക് ശ്വാസതടസ്സം ഉണ്ടായതാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണം. പുറത്തെത്തിക്കാൻ ശ്രമിക്കുന്നതിനിടെ തിരക്ക് വർദ്ധിച്ചു എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. സ്ഥിരമായിട്ട് ഈ തിരുപ്പതി ക്ഷേത്രദർശനം നടത്തുന്ന ഒരാളാണ് പ്രശാന്ത് ശങ്കരമംഗലത്ത്. അവിടുത്തെ ആചാര രീതികൾ അല്ലെങ്കിൽ എങ്ങനെയാണ് ക്ഷേത്രദർശനം നടത്തേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിയാം. അമിതമായ തിരക്ക് എല്ലാ ദിവസവും അനുഭവപ്പെടുന്നതുമാണ്. ഇവിടെ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായതിനിപ്പോൾ വിശദീകരണമൊക്കെ നൽകിയെങ്കിലും ചെറിയ രീതിയിലൊരു പാളിച്ച ഉണ്ടായെന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രജനി, പ്രഥമദൃഷ്ട്യാ പോലീസിന്റെ ഭാഗത്തു നിന്നും സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാണ്.
ഈ സമയങ്ങളിൽ, അതായത് ഈ വൈകുണ്ഠ ഏകാദശിയുമായി ബന്ധപ്പെട്ട സമയങ്ങളിലെല്ലാം തിരുപ്പതിയിൽ വളരെയേറെ തിരക്ക് ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാം, തിരുപ്പതിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസങ്ങളിലും തിരക്കാണ്. 1 ലക്ഷത്തിലധികം ഭക്തർ വന്നിരുന്നതാണ്. വൈകുണ്ഠ ഏകാദശി എന്ന് പറയുന്നത് തിരുപ്പതി ക്ഷേത്രത്തിനുള്ളിൽ തന്നെ ഒരു പ്രത്യേക വാതിലുണ്ട്. ആ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ച് മാത്രമാണ് തുറക്കുന്നത്. അതിലൂടെ ദർശനം ചെയ്യുന്ന ഒരു രീതിയാണ്, സമ്പ്രദായമാണ് അവിടെ നിലനിൽക്കുന്നത്. അത് നേരിട്ടുള്ള മറ്റു ദർശനങ്ങൾക്കൊപ്പം ഇതും ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ആ ഭാഗത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മുൻകൂട്ടി ഈ ദർശനത്തിനുള്ള ടോക്കൺ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ പല സ്ഥലങ്ങളിലുള്ള ആന്ധ്രാപ്രദേശിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ഭക്തരടക്കം ഈ വൈകുണ്ഠ ഏകാദശിയുമായി ബന്ധപ്പെട്ട ടിക്കറ്റ് ബുക്ക് ചെയ്തതിനെ നേരത്തെ തന്നെ എത്താറുണ്ട്. 2 ദിവസം മുമ്പ് തന്നെ ഈ സ്ഥലത്തേക്ക് തിരുപ്പതി തന്നെ എത്തും. പല സ്ഥലങ്ങളിൽ ഈ തിരുപ്പതി നഗരത്തിലാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് തിരുപ്പതി നഗരത്തിലാണ്. നഗരത്തിൽ നിന്നും 28 കിലോമീറ്റർ അകലെയാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അതായത് മലമുകളിലാണ് ഈ തിരുപ്പതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് ടൗണിനടുത്ത് തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ടോക്കൺ കൗണ്ടറുകൾ സജ്ജീകരിക്കും. നിലവിൽ മനസ്സിലാക്കുന്നത് 94 ടോക്കൺ കൗണ്ടറുകൾ ഇതുപോലെ തന്നെ നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഒരിടത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഇതിൽ ഈ സുരക്ഷാ വീഴ്ച എന്ന് നമ്മൾ പറയുന്നത്, ഇത്രയും ഭക്തർ കൂട്ടമായി എത്തിയപ്പോൾ അത് നിയന്ത്രിക്കാനുള്ള സംവിധാനം പോലീസിന്റെ ഭാഗത്തുണ്ടായില്ല. അതായത് 2 ദിവസമായി ഭക്തർ കൂട്ടമായി അവിടെ താമസിക്കുന്നുണ്ട്. നേരത്തെ ഐസൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ടോക്കൺ കൗണ്ടറിനുള്ളിലേക്ക് കടത്തിവിടുന്നത് ഒരു പ്രത്യേക ക്യൂ സമ്പ്രദായമുണ്ട്. അതായത് കമ്പികൾ കൊണ്ടുള്ള വേലി നിർമ്മിച്ചിട്ട് അതിലൂടെ ഒരു കഷ്ടിച്ച് 2 ആൾക്ക് മാത്രമായിരിക്കും ഒരു വേലിയിൽ കൂടി കടന്നു പോകാൻ കഴിയുന്നത്. ആ രീതിയിലാണ് ഈ ഭക്തരെ കടത്തിവിടുകയും അവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യും. അതിനിടയിലാണ് അവിടെ ആ ക്യൂവിലായിരിക്കും ഈ ഭക്തർ ഉണ്ടാകുക. ശേഷം ഇന്ന് രാവിലെയോട് കൂടിയാണ് ഈ ടോക്കൺ കൊടുത്തു തുടങ്ങുന്നത്. വൈകുണ്ഠ ഏകാദശിയുടെ ടോക്കൺ കൊടുത്തു തുടങ്ങുന്നത് ഇന്ന് രാവിലെയോട് കൂടിയാണ്. ആ ടോക്കൺ കൗണ്ടറിലേക്ക് എത്തിയ ഭക്തർ, അതിൽ ഒരു സ്ത്രീക്കാണ് ദേഹാസ്വസ്ഥ്യം ഉണ്ടാകുകയും ശ്വാസതടസ്സം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. അവരെ പുറത്തെത്തിക്കുന്നതിനൊരു ശ്രമം ഈ ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെ അധികൃതർ നടത്തി. ആ സ്ത്രീയുമായി പുറത്തേക്ക് വരുമ്പോൾ അതിനൊരു പ്രത്യേക ക്യൂ ഉണ്ടായിരുന്നു. ആ ഒരു ക്യൂവിൽ തന്നെ വരിയിൽ പ്രത്യേക ഒരു കവാടം അത് തുറന്നു. ആ തുറന്ന സ്ഥലത്തേക്ക് മറ്റുള്ള ആളുകൾ ഇടിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ആ മറ്റുള്ള ആളുകൾ ഇടിച്ചു കയറിയതോടുകൂടിയാണ് തിരക്ക് രൂപപ്പെടുന്നത്. ആ തിരക്ക് പിന്നീട് നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതി പോലീസിനുമായി. ഇതോടുകൂടിയാണ് ഈ അവിടേക്ക് അപകടം ഉണ്ടാവുന്ന നിലയിലേക്ക് എത്തിച്ചത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇത്രയും തിരക്കുണ്ടാവുമ്പോൾ പോലും പോലീസിന്റെ സംവിധാനം വളരെ കുറവായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ചുരുങ്ങിയ പോലീസ് സംവിധാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും തിരക്ക് രൂപീകരിക്കുന്ന അല്ലെങ്കിൽ രൂപപ്പെടുന്ന സാഹചര്യത്തിൽ അവരെ നിയന്ത്രിക്കത്തക്കവണ്ണമുള്ള പോലീസ് സേനയും അവിടെ ഏർപ്പെടുത്തിയില്ല എന്നതാണ് ഈ അപകടം ഇത്രയും ഉണ്ടാകാൻ കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തള്ളിക്കയറിയതാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമായതും. 6 ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. പോലീസിന്റെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയാണ് ഉണ്ടായത്. പ്രധാനമന്ത്രി അടക്കമുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. ഇന്ന് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു അവിടേക്ക് എത്തുന്നുണ്ട്. യോഗമൊക്കെ തന്നെ വിളിച്ചിട്ടുമുണ്ട്. വിശദാംശങ്ങളാണ് ഐസൻ ജോസും ഒപ്പം പ്രശാന്ത് ശങ്കരമംഗലത്തും നൽകിക്കൊണ്ടിരുന്നത്. ഇന്ത്യ സഖ്യം തകരുന്നു. വരുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം ഉണ്ടാകില്ലെന്ന സൂചന നൽകി RJD. മുന്നണി രൂപീകരിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമെന്ന് തേജസ്വി യാദവ് പറഞ്ഞു. ഇന്ത്യ സഖ്യം പരാജയപ്പെട്ട മുന്നണിയെന്നാണ് BJP പറയുന്നത്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണനൊപ്പം ചേരുന്നു. ഗൗതം, കഴിഞ്ഞ ദിവസം ഈ ഉദ്ധവ് ശിവസേന പക്ഷവും ശരത് പവാർ NCP പക്ഷവും NDAയിലേക്ക് പോകും ഈ മാസം അവസാനത്തോടെ എന്ന വാർത്തകൾ വന്നിരുന്നു. ഈ വീർ സവർക്കറെ രാഹുൽ തുടരെ വിമർശിക്കുമ്പോൾ ഉദ്ധവ് പറഞ്ഞിരുന്നു, വീർ സവർക്കർ ഏതുതരം നേതാവാണെന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം, അധികം അങ്ങോട്ട് കയറി കളിക്കണ്ട എന്ന കാര്യത്തിൽ കൃത്യമായ സൂചന നൽകിയിരുന്നു. അത് തന്നെ ഒരു സൂചനയാണ്. മാത്രവുമല്ല, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ആരാണ് യഥാർത്ഥ NCP, ആരാണ് യഥാർത്ഥ ശിവസേന എന്ന് ജനം വിധി എഴുതി കഴിഞ്ഞ പശ്ചാത്തലത്തിൽ മറ്റു മാർഗമില്ലാതെ വരുന്നു ഇരു നേതാക്കൾക്കും. ഇപ്പോഴിതാ തേജസ്വി യാദവും പറയുന്നു, ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വേറെ ഞങ്ങൾ വേറെ എന്ന്. അതായത് അപ്പാടെ അടിമുടി തകർന്നു വീഴുന്നോ ഇന്ത്യ സഖ്യം? ഗൗതം, കൃഷ്ണരാജ്, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം കൂടി ആയതോടെ ഇന്ത്യ സഖ്യത്തിന്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിരിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും അവസാനത്തെ പ്രതികരണമാണ് ഈ ബീഹാറിൽ നിന്നും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ വർഷം 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് ഈ വർഷം ഇനി നടക്കാനുള്ളത്. ഒന്നിപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഡൽഹിയിലാണ്. മറ്റൊന്ന് ഈ വർഷം അവസാനം
നവംബർ മാസത്തിലാണ് വിശാല സംസ്ഥാനമായ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. അവിടെ ഇപ്പോൾ തന്നെ അതിൻ്റെ പ്രചരണങ്ങളും അതല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഏതൊക്കെ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നത് സംബന്ധിച്ചുള്ള ചടുലമായ നീക്കങ്ങളുമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനിടയിലാണ് തേജസ്വി യാദവ് ഒരു കാര്യം വ്യക്തമാക്കിയത്. അതായത് ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം രൂപീകരിച്ചതാണ് എന്നാണ് തേജസ്വി യാദവ് വ്യക്തമാക്കുന്നത്. ഇത്തരം ചില സൂചനകൾ മുൻപും RJDയുടെ പല നേതാക്കൾ നൽകിയിരുന്നു. നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ മഹാരാഷ്ട്രയിലെ സാഹചര്യം നമുക്ക് അറിയാവുന്നതാണ്. അതായത് മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കക്ഷികൾ, അതൊന്ന് ശരത് പവാർ നേതൃത്വം നൽകുന്ന NCP, അതോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെ നേതൃത്വം നൽകുന്ന ശിവസേന. ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും ഒരുപക്ഷെ വളരെ വൈകാതെ തന്നെ NDAയുടെ ഭാഗമാകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. ഇത്തരം ചില പ്രതികരണങ്ങൾ ശരത് പവാറിന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും അദ്ദേഹത്തിന്റെ മകൾ സുപ്രിയയുടെ ഭാഗത്ത് നിന്നാണെങ്കിലും ഉണ്ടാകുന്നു. മറുഭാഗത്ത് ഉദ്ധവ് താക്കറെ നേതൃത്വം കൊടുക്കുന്ന ശിവസേനയുടെ മുഖപത്രമായിട്ടുള്ള സാമ്ന തന്നെ BJP സർക്കാരിനെ, പ്രത്യേകിച്ച് ദേവേന്ദ്ര ഫട്നാവിസിനെയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തെയും അദ്ദേഹത്തിന്റെ വിശാലമായ വികസന കാഴ്ചപ്പാടിനെയും ഒക്കെ വാനോളം പ്രശംസിക്കുന്നു. അങ്ങനെയെങ്കിൽ മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം ഏതാണ്ട് പൊളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഈ രണ്ട് പാർട്ടികൾ NCP ഒരുപക്ഷെ ഒന്നാകാനുള്ള സാധ്യതയുണ്ട്. അജിത് പവാറും ശരത് പവാറും നേതൃത്വം നൽകുന്ന NCP ഒന്നുകിൽ അവർ ഒരുമിക്കും, അതല്ലെങ്കിൽ രണ്ട് NCPയും NDAയിലേക്ക് എത്തിയേക്കാം. ശിവസേനയുടെ കാര്യത്തിൽ അത് ലയനം എത്രത്തോളം സാധ്യമാണെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും ഉദ്ധവ് നയിക്കുന്ന ശിവസേനയും ഒരുപക്ഷെ NDAയിലേക്ക് വന്നാൽ മഹാരാഷ്ട്രയിൽ പിന്നീട് ഇന്ത്യ സഖ്യമില്ല, അവിടെ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. ബീഹാറിൽ ഇപ്പോൾ തേജസ്വി ചൂണ്ടിക്കാണിക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉണ്ടാകില്ല എന്നുള്ളതാണ്. അതായത് ഇന്ത്യ സഖ്യം ഇല്ല എന്ന് പറയുന്ന ഇതേ തേജസ്വി യാദവിന്റെ പാർട്ടി, തേജസ്വി യാദവിന്റെ പിതാവും ആ പാർട്ടി രൂപീകരിച്ച ലാലു പ്രസാദ് യാദവ്, ഇദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഇപ്പോഴത്തെ ബീഹാർ മുഖ്യമന്ത്രിയായിട്ടുള്ള നിതീഷ് കുമാറിനെയും JDUവിനെയും സഖ്യത്തിന് ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരെയാണ് ഈ തേജസ്വി യാദവും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ മറ്റ് പാർട്ടികളും ലക്ഷ്യം വെക്കുന്നത് എന്നത് വ്യക്തമാണ്. അത് കോൺഗ്രസിനെയാണ്. കാരണം കോൺഗ്രസിനെയും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെയും ഇവർക്കാർക്കും താല്പര്യമില്ല. കാരണം മുന്നണി സംവിധാനത്തോടുള്ള പ്രശ്നമാണെങ്കിൽ ലാലു പ്രസാദ് യാദവ് ഒരു കാരണവശാലും JDUവുമായി ഒരു സഖ്യത്തിന് തയ്യാറാകുന്നില്ല. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ബീഹാറിൽ കോൺഗ്രസുമായി സഖ്യം ചേർന്ന് മത്സരിക്കുന്നതിൽ ഒരു കാര്യവുമില്ല എന്ന് RJDക്കും അതുപോലെ തന്നെ തേജസ്വിക്കും ലാലുവിനും ഒക്കെ മനസ്സിലായിരിക്കുന്നു. അതിനാൽ തന്നെ അവർ വളരെ വിജയ സാധ്യതയുള്ള അല്ലെങ്കിൽ ഒരു മികച്ച സഖ്യകക്ഷി എന്ന നിലയിൽ JDUവിനെ തേടുകയാണ്. അതായത് കോൺഗ്രസിനെ പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. മഹാരാഷ്ട്രയിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശിവസേനയും അതുപോലെ തന്നെ ശരത് പവാറിന്റെ NCPയും ഒക്കെ കോൺഗ്രസുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നു. അതിനാലാണ് BJP ഇപ്പോൾ വലിയ വിമർശനം നടത്തുന്നത്. BJP ദേശീയ വക്താവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് രാഹുൽ ഗാന്ധിയിൽ വിശ്വാസമുള്ളത് അമ്മ സോണിയാഗാന്ധിക്ക് മാത്രമാണ്, അതല്ലാതെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിനും രാഹുൽ ഗാന്ധിയിൽ താല്പര്യമില്ല, അദ്ദേഹത്തിൽ വിശ്വാസമില്ല. രാഹുൽ ഗാന്ധിയെ അംഗീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ മാതാവ് സോണിയാഗാന്ധി മാത്രമാണ് എന്നാണ് BJPയുടെ പരിഹാസം. കൃഷ്ണരാജ്. ശരി, ബീഹാർ തെരഞ്ഞെടുപ്പിലും ഇന്ത്യ സഖ്യം ഉണ്ടാകില്ല എന്ന സൂചന. RJD നേതാവ് തേജസ്വി യാദവ് കോൺഗ്രസിനൊപ്പം മത്സരിക്കാനില്ല എന്ന് വ്യക്തമാക്കുന്നു. അതായത് ഇന്ത്യ സഖ്യം പരാജയപ്പെട്ട മുന്നണിയാണെന്ന് പറയുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു. പ്രതികരണം കേൾക്കാം. തേജസ്വി യാദവിന്റെ പ്രതികരണത്തിലേക്ക്. दिल्ली चुनाव में तो पहले से तय था इंडिया अलायंस जो है वो लोकसभा के लिए, और बिहार में जहां तक बात की जाए हम लोग तो शुरू से साथ थे यहाँ पे. ശരി, മറ്റൊരു വാർത്തയിലേക്ക് പോകാം. സ്പാഡെക്സ് ദൗത്യത്തിന്റെ ഭാഗമായുള്ള ഡോക്കിംഗ് പരീക്ഷണം മാറ്റിവെച്ചിരിക്കുകയാണ്. ഉപഗ്രഹങ്ങൾ തമ്മിൽ ദൂരം കുറച്ചു കൊണ്ടുവരുന്നതിന്റെ വേഗം കൂടിയതിനെ തുടർന്നായിരുന്നു തീരുമാനം. സയൻസ് ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, ഇത് രണ്ടാം തവണയാണ് ഈ സ്പാഡെക്സ് പരീക്ഷണം മാറ്റിവെക്കുന്നത്. എന്താണ് ISRO നൽകുന്ന വിശദീകരണം? രജനി, ISRO നൽകുന്ന വിശദീകരണം തീർത്തും ഒരു സാങ്കേതിക പിഴവ് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ്. നമുക്കറിയാവുന്നതാണ്, 20 കിലോമീറ്റർ അകലത്തിൽ, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ 20 കിലോമീറ്റർ അകലത്തിൽ 2 സാറ്റലൈറ്റുകൾ ഒരേ ദിശയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭൂമിയിൽ നിന്ന് 470 കിലോമീറ്റർ ഉയരമുള്ള ഒരു ഭ്രമണപഥത്തിലായിരുന്നു ഈ 2 സാറ്റലൈറ്റുകളും സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഈ സഞ്ചരിക്കുന്ന ആ പാതയിൽ നിന്ന്, അതായത് 20 കിലോമീറ്റർ അകലത്തിൽ സഞ്ചരിക്കുന്ന സാറ്റലൈറ്റുകളെ കൃത്യമായി അടുപ്പിച്ച്, അതായത് 2 ഘടകങ്ങൾ, അതായത് ടാർഗറ്റും അതുപോലെ തന്നെ ചേസറും, 2 ഘടകങ്ങളാണ്
എന്നുള്ളതാണ്. ഈ ചേസർ ടാർഗറ്റിനെ പിന്തുടർന്ന് അതിൽ അറ്റാച്ച് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ഡോക്കിംഗ് എന്ന് പറയുന്നത്. അതിനുവേണ്ടിയുള്ള നീക്കത്തിൻ്റെ ഭാഗമായി ഓരോ ഘട്ടത്തിലും ഈ അകലം 20 കിലോമീറ്റർ എന്നുള്ളത് കുറച്ച് കൊണ്ടുവരേണ്ടതുണ്ട്. ഇന്നലെ രാവിലെയോടെ 500 മീറ്ററിലേക്ക്, അതായത് 1/2 കിലോമീറ്ററിലേക്ക് ദൂരം കുറയ്ക്കാൻ സാധിച്ചു. വീണ്ടും ആ 1/2 കിലോമീറ്ററിൽ നിന്ന് 225 മീറ്ററിലേക്ക്, അതായത് 500 മീറ്ററിൽ നിന്നും 225 മീറ്ററിലേക്ക് കുറയ്ക്കാനുള്ള ഒരു ശ്രമമുണ്ടായി. ഇന്നലെ വൈകുന്നേരമാണ് ആ ശ്രമം ഉണ്ടായത്. ആ ശ്രമത്തിൻ്റെ ഭാഗമായി അത് പ്രൊപ്പൽഷൻ ആരംഭിക്കുകയും ആ പ്രൊപ്പൽഷൻ കൃത്യമായി 225 മീറ്റർ എന്നത് കുറേ കൂടി കടന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ സ്വാഭാവികമായും തുടർന്നുള്ള പ്രൊപ്പൽഷനിൽ അത് സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അത് 2 സാറ്റലൈറ്റുകളും കൂട്ടിയിടിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ വളരെ സാവകാശം വന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 1 സെക്കൻഡിൽ 1 സെൻറ്റിമീറ്റർ മാത്രം സഞ്ചരിച്ചുകൊണ്ടാണ് ഈ ഡോക്കിംഗ് പ്രവർത്തനം നടത്തേണ്ടത്. ആ 1 സെൻറ്റിമീറ്റർ എന്നതിൻ്റെ ആ ഒരു അളവ്, ആ ഡിസ്റ്റൻസ് കുറേ കൂടി അടുത്തുപോയി എന്നതാണ് സാങ്കേതികമായൊരു പ്രശ്നമായി പറയുന്നത്. അതിനെ റിമാനുവർ ചെയ്യുന്നതിനുള്ള ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഉണ്ടാകുന്നു എന്നതുകൊണ്ടാണ് ഈ ഡോക്കിംഗ് മാറ്റിവെച്ചത് എന്നാണ് ISRO അറിയിച്ചിരിക്കുന്നത്. ഡോക്കിംഗ് ഡേറ്റ്, തുടർന്നുള്ള ഡോക്കിംഗ് ഡേറ്റ് ഉടൻ തന്നെ അറിയിക്കുമെന്നും പറയുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, വളരെ കാര്യക്ഷമമായ ടെലിമെട്രിക് സാധ്യതകൾ ഉപയോഗിക്കാൻ 225 മീറ്റർ വരെ ഉപയോഗിക്കാനും അതിനപ്പുറത്തേക്കും പ്രയോഗിക്കാനും സാധിച്ചു എന്നത് ഒരു വിജയകരമായ ദൗത്യം തന്നെയാണ്, വിജയകരമായൊരു നീക്കം തന്നെയാണ്. തുടർന്നും ഇതിൻ്റെ ഭ്രമണപഥത്തിൽ ഇതിൻ്റെ സഞ്ചരിച്ചുകൊണ്ട് വീണ്ടും ആ പഴയ ദിശയിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ വൈകാതെ തന്നെ ഡോക്കിംഗ് സാധ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏറെ സുപ്രധാനമായ കാര്യം, ഈ 2 സാറ്റലൈറ്റുകളും സ്പേഡെക്സ് 1, 2 എന്ന് പറയുന്ന 2 സാറ്റലൈറ്റുകളും സുരക്ഷിതമാണ്. അതിന് തകരാറുകളൊന്നും സംഭവിച്ചിട്ടില്ല. അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ സംവിധാനം, അതായത് ഇൻ്റർ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളുണ്ട്. അത് 3 മീറ്റർ അടുത്ത് വരുമ്പോൾ അത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സംവിധാനങ്ങളെല്ലാം തന്നെ കാര്യക്ഷമമായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്കിംഗ് അസാധ്യമെന്ന് കരുതേണ്ട സാഹചര്യം ഇപ്പോഴില്ല. പക്ഷേ കുറച്ച് വൈകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ISRO അറിയിച്ചിരിക്കുന്നത്. ഡോക്കിംഗ് ദൗത്യം ഇന്ന് നടത്താനിരുന്നതാണ്, മാറ്റിവെച്ചു. കാരണം ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അകലം കൂടിപ്പോയി എന്നുള്ളതാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ. വീണ്ടും ഒപ്പം ചേരി. നമുക്ക് രാജ്യാന്തര വാർത്തകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ കാട്ടുതീ പടരുന്നു. 5 പേർ മരിച്ചുവെന്നാണ് പുതിയ കണക്കുകൾ. കാട്ടുതീ നിയന്ത്രണ വിധേയമായെങ്കിലും ആശങ്ക ഒഴിവായിട്ടില്ല. 1000-ലേറെ കെട്ടിടങ്ങൾ കാട്ടുതീയിൽ നശിച്ചു. വീടുകൾക്കുൾപ്പെടെയാണ് വ്യാപക നാശം ഉണ്ടായത്. വിവരങ്ങളുമായി ഐസൻ ജോസഫ് ചേരും. ഐസൻ, നിയന്ത്രിക്കാനാകാത്ത വിധം കാട്ടുതീ പടരുന്നു അല്ലേ? തീർച്ചയായും കൃഷ്ണരാജ്, ഇപ്പോൾ നിയന്ത്രിക്കാനാവാത്ത വിധം കാട്ടുതീ പടരുന്നു എന്ന് നമുക്ക് പറയേണ്ട സാഹചര്യമില്ല എന്നാണ് അവിടുത്തെ ഫയർഫോഴ്സും അതുപോലുള്ള അഗ്നിശമന സംവിധാനങ്ങളെല്ലാം തന്നെ, അടിയന്തര സംവിധാനങ്ങളെല്ലാം തന്നെ അറിയിക്കുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 80 കിലോമീറ്റർ, അതായത് 80 മൈൽ പെർ ഡേ എന്ന രീതിയിൽ വൻതോതിൽ ഇത് പടർന്നു പിടിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് മാറി കുറേ കൂടി ചുരുങ്ങി 50-ന് താഴേക്കായി എന്ന് വ്യക്തമാകുന്നുണ്ട്. അത് പല സാഹചര്യങ്ങളുണ്ട്. കാട്ടുതീ പടർന്നു പിടിക്കുന്നതിന് ഈ കാടിൻ്റെ സ്വഭാവം മാറുന്നതും, അത് ഈ വലിയ തോതിൽ ഇത് പടർന്നു പിടിക്കുമ്പോൾ സ്വഭാവം മാറുന്നതും, അതുപോലെ തന്നെ പല ഘടകങ്ങൾ ഈ കാര്യത്തിനുണ്ട്. അതുപോലെ തന്നെ കൃത്യമായി അതിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന, ഇത്തരത്തിൽ നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ വിമാനങ്ങൾ ഉപയോഗിച്ചും അതുപോലെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചും സാധാരണ ഫയർ ഡൗസിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ചും എല്ലാം തന്നെ കൃത്യമായി തീ അണയ്ക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതുകൊണ്ട് തന്നെ അത് വൻതോതിൽ പടരുന്നത് കുറയുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ പടരുന്നത് കുറയാൻ സാധിച്ചു എന്ന ഒരു കൃത്യതയിലേക്ക് എത്തുമ്പോൾ തന്നെ അത് നിയന്ത്രിക്കാനാകുന്നുണ്ട്, കാട്ടുതീനെ പ്രതിരോധിക്കാൻ അവിടുത്തെ സംവിധാനങ്ങൾക്കാകുന്നുണ്ട് എന്നതിന് കൃത്യമായ തെളിവാണിത്. തുടർന്നും ഈ നീക്കങ്ങൾ കാര്യക്ഷമമായി നടക്കുകയാണെങ്കിൽ ഈ കാട്ടുതീനെ പൂർണ്ണമായും പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു സുപ്രധാന വിഷയം, കാലിഫോർണിയയിൽ, അതായത് ലോസ് ആഞ്ചൽസ് ഉൾപ്പെടുന്ന കാലിഫോർണിയയിൽ ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യം അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി 5 പേർ മരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു വലിയ പ്രശ്നമായി മാറാൻ സാധ്യതയുള്ളത്, ഈ കാട്ടുതീൻ്റെ ആഘാതം അതീവ ഗുരുതരമായി മാറാൻ സാധ്യതയുള്ളത്, നിരവധി കെട്ടിടങ്ങൾ തീപിടിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഈ വനമേഖലയൊക്കെ ആകുമ്പോൾ വലിയ ഉയർന്ന നിലയിലുള്ള കെട്ടിടങ്ങൾ വളരെ ചുരുക്കമായിരിക്കും. അതുകൊണ്ട് തന്നെ വൻതോതിൽ കെട്ടിടങ്ങൾ നശിച്ച, അതായത് 1000-ഓളം കെട്ടിടങ്ങൾ നശിച്ചു എന്നൊരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് വലിയൊരു പ്രശ്നമായി തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രയും പേർക്ക് താമസ സൗകര്യം കൊടുക്കുന്നത്, അത്തരത്തിൽ ആ ഒരു അടിയന്തരാവസ്ഥ കൈകാര്യം ചെയ്യുന്നതിനെ കുറേ കൂടി കാര്യക്ഷമമായ ഇടപെടൽ വേണ്ടിവരും. ആ ഒരു ആഘാതത്തെ നേരിടുന്നതിന് ഇടപെടൽ വേണ്ടിവരുമെന്ന് തന്നെയാണ് അറിയിക്കുന്നത്. ശരി, എന്തായാലും ഇപ്പോൾ കാട്ടുതീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ആമസോൺ കാടുകളിലൊക്കെയാണ് ഇത്തരത്തിൽ കാട്ടുതീകൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിലാണ് ഉണ്ടായത്. മരണവും സംഭവിച്ചിട്ടുണ്ട്. ഐസിന് ഇന്ന് ഒരു വിവരം കൂടെ അറിയാനുണ്ട്. കാരണം ഈ യുക്രൈൻ റഷ്യ യുദ്ധം ഒരിക്കലും അവസാനിക്കാത്ത രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്രമണം വൻതോതിൽ നടത്തിയിരിക്കുകയാണ് യുക്രൈനിൽ റഷ്യ. 13 പേരാണ് കൊല്ലപ്പെട്ടത്. സപ്രോഷ്യയിലാണ് ആക്രമണം നടത്തിയത്. 30-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഐസൻ, ജനസാന്ദ്രത ഏറെയുള്ള പ്രദേശമാണ് ഈ സപ്രോഷ്യ എന്ന് പറയുന്നത്. ഒപ്പം അമേരിക്ക കൈയൊഴിഞ്ഞ്
സഹായിക്കുന്നു ഉക്രൈനെ എന്നൊരു പരാമർശം റഷ്യയ്ക്കുണ്ട്. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയല്ലേ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്? രജനി, തീർച്ചയായും ഇതിൻ്റെ ഏറ്റവും ആഴത്തിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജനുവരി 20-ന്, അതായത് ഈ ദിവസങ്ങൾക്കകം അമേരിക്കയുടെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നു എന്നാണ്. ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതിൽ ഏറെ നിർണായകമായൊരു കാര്യമുള്ളത് യുക്രൈനെ ആയുധങ്ങൾ ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് പുനരാലോചന നടത്തുമെന്ന് അദ്ദേഹം വളരെ കൃത്യമായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം പറയുകയുണ്ടായിരുന്നു. അത് ഈ ശക്തമായ സംഘർഷം ഒഴിവാക്കുന്നതിനുള്ളൊരു നീക്കത്തിൻ്റെ ഭാഗമായി അത്തരത്തിലുള്ളൊരു നിലപാടെടുക്കുമെന്ന് വളരെ കൃത്യമായി പറയുന്നൊരു സാഹചര്യം പോലുമുണ്ടായി. ഈ രാഷ്ട്രീയ പശ്ചാത്തലമാണ്, അല്ലെങ്കിൽ ഈ നിലപാടിൻ്റെ ഒരു പശ്ചാത്തലമാണ് അതിശക്തമായൊരു യുദ്ധത്തിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, അതിൻ്റെ മുന്നോടിയായി നമുക്കറിയാവുന്നതാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിലപാട് യുക്രൈനെ ആയുധം നൽകുന്നത് പുനഃപരിശോധിക്കുമെന്നാണെങ്കിൽ ബൈഡൻ വളരെ കൃത്യമായി ആയുധങ്ങൾ നൽകുന്നതിനുള്ളൊരു നീക്കമാണ് സ്വീകരിച്ചിരുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ മൈനുകളും അതുപോലെ തന്നെ ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള അനുമതിയും അതിൻ്റെ സാങ്കേതികമായ ചില അനുമതികളെല്ലാം തന്നെ മിസൈലുകൾ ഉപയോഗിക്കുന്നതിന് അമേരിക്ക നൽകേണ്ടതുണ്ട്. അത്തരത്തിലുള്ള അനുമതികൾ നൽകിയതൊക്കെ റഷ്യക്കെതിരെ പ്രയോഗിക്കാനുള്ള അനുമതി നൽകിയൊരു സാഹചര്യമുണ്ടായിരുന്നു. തുടർന്നാണ് 1000 കോടി 2000 കോടി ഡോളറിൻ്റെയൊക്കെ ഈ ഇത്തരത്തിലുള്ള ഇടപാടുകൾ യുക്രൈനുമായി നടത്തിയിരുന്നു. ഇപ്പോൾ 800 കോടി ഡോളറിൻ്റെ ഈ അടുത്ത ദിവസമാണ് 800 കോടി ഡോളറിൻ്റെ മറ്റൊരു ആയുധ ഇടപാടിന് കൂടി അംഗീകാരം നൽകാനുള്ളൊരു നിലപാട് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ്, പ്രകോപനപരമായ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ശക്തമായ ഒരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് റഷ്യ സപ്പോറിഷ്യയിൽ വളരെ ഒരു ഗൗരവമായ ഒരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത്. നമുക്കറിയാവുന്നതാണ്, സപ്പോറിഷ്യയിൽ നേരത്തെയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടന്നിരുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. വൻതോതിൽ ആക്രമണം നടന്നി അത് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് തന്നെ. യുക്രൈനിൽ റഷ്യയുടെ ആക്രമണം വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസഫ്. ആ ഒരു വാർത്ത മാത്രമല്ല, ദേശീയ അന്തർദേശീയ വാർത്തകളുടെ സമഗ്രമായ റിപ്പോർട്ടാണ് തുടരെ ഐസൻ നൽകിക്കൊണ്ടിരുന്നത്. നമുക്ക് പുത്തൻപുലരി അവസാനിപ്പിക്കാറായി. അതിനു മുമ്പ് ഒരു വാർത്ത കൂടി കാണാം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മിമിക്രിയിൽ എ ഗ്രേഡ് സ്വന്തമാക്കിയ തൃശൂർ നെല്ലായി സ്വദേശി നയനയുടെ വീടിൻ്റെ ദുരവസ്ഥയറിഞ്ഞ് പുതിയ വീട് വയ്ക്കാനുള്ള സഹായം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സുരേഷ് ഗോപിയുടെ അവിചാരിതമായ വിളിയിൽ ഞെട്ടിയിരിക്കുകയാണ് നയനയും കുടുംബവും. കുയിലിന്റെ ശബ്ദം കേട്ടാണ് ഞാൻ രാവിലെ ഉണർന്നത്. എഴുന്നേറ്റ് നോക്കിയപ്പോഴോ സമയം 6 മണി. അപ്പോഴവനും കൂവുന്നുണ്ടായിരുന്നു. ഒപ്പം നമ്മുടെ പിടക്കോഴും ചെറിയൊരു കൂലോട് കൂടി നേരം വെളുപ്പിച്ചു. ഇതാണ് നയന മണികണ്ഠൻ. കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിത സാഹചര്യത്തിനിടയിലും തോൽക്കാൻ തയ്യാറാവാത്ത മനസ്സാണ് നയനയുടെ കൈമുതൽ. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മിമിക്രിയിൽ എ ഗ്രേഡ് കരസ്ഥമാക്കി ഈ മിടുക്കി. അച്ഛൻ മണികണ്ഠൻ രോഗം ബാധിച്ച് 4 വർഷങ്ങൾക്ക് മുൻപ് മരണമടഞ്ഞു. അമ്മ പ്രീതി തയ്യൽ ജോലിക്ക് പോയി ലഭിക്കുന്ന ചെറിയ തുകയാണ് കുടുംബത്തിന്റെ ഏക വരുമാനം. ടാർപ്പായ കൊണ്ട് മറച്ച വീട്ടിലാണ് നയനയും ചേച്ചിയും അമ്മയും അമ്മൂമ്മയും അടങ്ങുന്ന 4 അംഗങ്ങൾ താമസിക്കുന്നത്. തൃശൂർ നന്ദിക്കര GHSSലെ +1 വിദ്യാർത്ഥിയാണ് നയന. ചെറുപ്പം മുതലേ കലോത്സവങ്ങളിൽ മികച്ച പ്രകടനമാണ് നയന കാഴ്ചവെച്ചിട്ടുള്ളത്. സംസ്ഥാനതലത്തിൽ മികച്ച വിജയം കൈവരിച്ച നയനയുടെ വീടിന്റെ അവസ്ഥയറിഞ്ഞപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേരിട്ട് നയനയെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛനുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛനില്ല. അപ്പൊ അമ്മ ഉണ്ടോന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. അതുകൊണ്ട് പറഞ്ഞു സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഉണ്ടെന്ന് പറഞ്ഞു. എത്ര ഉണ്ടെന്ന് ചോദിച്ചപ്പോ 4.5 പറഞ്ഞു. പിന്നെ തറ കെട്ടിയിട്ടുണ്ടോന്ന് ചോദിച്ചു വീടിന്. അപ്പൊ ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു 4.5 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അതില് വീട് പണിയാൻ പറഞ്ഞു. ഒരു ടീച്ചർ വന്ന് നോക്കും. അപ്പോ ഞാൻ വിളിച്ചിരുന്നു പറയാൻ പറഞ്ഞു. ഏറെ നാളത്തെ ആഗ്രഹം നിറവേറാൻ പോകുന്ന സന്തോഷത്തിലാണ് അമ്മ പ്രീതി. മകളെ കുറിച്ച് പറയുമ്പോൾ അമ്മയുടെ കണ്ണ് നിറഞ്ഞു. എന്നോട് എല്ലാവരും പറയാറുണ്ട്, നീ നിന്റെ മക്കളിലൂടെയാണ് രക്ഷപ്പെടാ, കാരണം കഷ്ടപ്പാട് കുറേ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ പറയാറ്. അപ്പോൾ ഇതിങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി ഇങ്ങനെ വിഷമം വരും,
അതിൻ്റെ ഒപ്പം നല്ല സന്തോഷമുണ്ട്. BJP തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാറും മറ്റ് നേതാക്കളും നയനയെ വീട്ടിലെത്തി അഭിനന്ദിച്ചു. വീഡിയോ കോൾ വഴി സുരേഷ് ഗോപി നയനയുമായും കുടുംബവുമായും സന്തോഷം പങ്കുവച്ചു. നയനയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. നയനയുടെ അവിടെ ഉണ്ട്. ഞങ്ങൾ നയനയുടെ ഗ്രേഡും ഉണ്ട് അല്ലേ? ഒരു പോയിന്റിനല്ലേ ജയിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും ഗ്രേഡുകളും എല്ലാവരുടെയും പ്രയത്നവും ഒക്കെ ഉണ്ട്. ടീച്ചേഴ്സിന്റെ, ഗുരുക്കന്മാരുടെ എല്ലാവരുടെയും പ്രയത്നമുണ്ട്. അതിന് വലിയ വിജയമാണ്. തൃശ്ശൂരിന് 25 വർഷത്തിന് ശേഷമാണ്. വലിയ പെരുമയാണ്. തീർച്ചയായിട്ടും നമ്മുടെ സ്കൂൾ കലോത്സവത്തിൽ +1 പഠിക്കുന്ന നയന മണികണ്ഠൻ തൃശ്ശൂരിൻ്റെ അഭിമാനം ഉയർത്തിക്കൊണ്ട് 1ാം സ്ഥാനം നേടി. മിമിക്രിയിൽ 1ാം സ്ഥാനം നേടിയപ്പോൾ മോളെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. 25 വർഷത്തിന് ശേഷമാണ് തൃശ്ശൂർ സ്കൂൾ കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കാനും മോളെ അഭിനന്ദിക്കാനും കൂടിയിട്ടാണ് വന്നത്. അടച്ചുറപ്പുള്ള വീട്ടിൽ കിടന്നുറങ്ങാൻ പോകുന്നതിന്റെ സന്തോഷത്തിലാണ് നയനയും കുടുംബവും. ക്യാമറമാൻ BM മനുകൃഷ്ണക്കൊപ്പം ആനന്ദ് പുതൂർ, ജനം. ഒരിക്കൽ കൂടി സുരേഷ് ഗോപിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. MP ആയതിനു ശേഷവും അതിന് മുൻപും ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതാണ് അദ്ദേഹത്തെ ജനപ്രിയ നേതാവാക്കുന്നതും. യെസ്. അപ്പോൾ വാർത്താപുലരി അവസാനിപ്പിക്കാൻ സമയമായി. 2 മണിക്കൂർ വ്യത്യസ്തമാർന്ന വാർത്തകൾ, വൈവിധ്യമുള്ള വാർത്തകൾ, കൗതുകമുള്ള വാർത്തകൾ, പൊളിറ്റിക്കൽ ന്യൂസ്, അങ്ങനെ നിരവധി വാർത്തകളുടെ ഘോഷയാത്രയായിരുന്നു കഴിഞ്ഞ 2 മണിക്കൂറിൽ കണ്ടത്. വിവിധയിടങ്ങളിൽ നിന്ന് റിപ്പോർട്ടർമാർ ചേർന്നു. വിശാലമായ 2 വാർത്താ മണിക്കൂറുകൾ കടന്നു പോകുന്നു. പുത്തൻപുലരി പൂർണ്ണമാകുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. നമസ്തേ. നമസ്തേ.